അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ പ്രാർത്ഥനയിൽ ഇന്ന് ആശ്രയിച്ച് ജീവിക്കുന്ന എല്ലാ മക്കളെയും നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഇന്ന് യാത്ര പോകുന്നവരെ, ഓഫീസിൽ പോകുന്നവരെ, വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ, പരീക്ഷയ്ക്ക് വേണ്ടി പോകുന്നവരെ, സാമ്പത്തിക വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ, റിസൾട്ട് നോക്കാൻ പോകുന്നവരെ, വൈവാഹിക വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ, കർത്താവെ ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ സങ്കടത്തോടെ മനുഷ്യൻ ഉത്കണ്ഠയോടെ പോകുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ പ്രത്യേക കാര്യം ഉണ്ടാകണമേ. കർത്താവെ, പകുതിയല്ലേ ഉള്ളൂ, മൊത്തമില്ലല്ലോ, അല്പമല്ലേ ഉള്ളൂ, ഇതുകൊണ്ട് എന്താകാനാണ്
എന്ന് അപ്പോസ്തലന്മാരെ പോലെ ഇതുകൊണ്ട് എന്താകാനാണെന്ന് അപ്പോസ്തലന്മാർ പണ്ട് ഒരു ബാലൻ്റെ കൈവശമുള്ള അപ്പത്തെക്കുറിച്ച് പരിവേദനം ചെയ്തു. ഇതുകൊണ്ട് എന്താകാനാണ്. അതുപോലെ ചിന്തിക്കുന്ന അനേകം മക്കളുടെ കർത്താവേ, അവിടെ പൊന്നാകാം, അവിടെ പണമാകാം, അവരുടെ സ്വാധീനമാകാം, അവരുടെ ആവശ്യമായ പോയിന്റുകളാകാം. ഇതുകൊണ്ട് എന്താകാനാണ് എന്നൊരു മനസ്സിൽ പറയുന്നുണ്ടാകാം. അങ്ങനെ പറയുന്ന എല്ലാവരെയും അതിൻ്റെ കൂടെ കർത്താവിൻ്റെ ചൈതന്യം കൂടി കൂട്ടിക്കൊണ്ട് അതിനെ അതിജീവിക്കാനുള്ള കൃപ അവർക്ക് നൽകണം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ മുന്നിൽ എല്ലാ ഡോക്യുമെൻസിനെയും ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. കിട്ടാത്ത ഡോക്യുമെൻറ്റ്സ്, കർത്താവ് ഇല്ലാത്ത ഡോക്യുമെൻറ്റ്സ്, കർത്താവെ അത് ഉള്ളതുപോലെ അത് പരിഹരിക്കപ്പെടാൻ പുതിയ വഴികൾ ഞങ്ങളുടെ മക്കൾക്ക് അങ്ങനെ കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതുന്നവരെ, റിസർച്ച് ചെയ്യുന്നവരെ, കർത്താവെ തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, അവരുടെ കടങ്ങൾ, അവരുടെ ജീവിത ആവശ്യങ്ങൾ, അവരുടെ തൊഴിൽ സംഘർഷങ്ങൾ, അതുപോലെ തന്നെ കർഷകർ, ആ കർഷകരുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വേദനകളും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥ സ്നേഹിപ്പിക്കുന്നു. ഭവനരഹിതരെ അവരെ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മക്കൾ ഇല്ലാത്തവരെ അവരെ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ നിങ്ങൾ ആശീർവദിക്കപ്പെടുന്നു, നിങ്ങൾ സൗഖ്യപ്പെടുന്നു. തിരികെ വരണ സമയം കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. റോമ 8:31. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരെ നിൽക്കും? അപ്പം അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്? ദൈവത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നാട്ടുകാരെയും വീട്ടുകാരെയും ബോധ്യപ്പെടുന്നതിനേക്കാൾ ഉപരി ദൈവത്തെ ബോധ്യപ്പെടുത്തിയാൽ ദൈവം നമ്മുടെ പക്ഷത്ത് വരും. അതുപോലെ തന്നെയാണ് ദൈവം നമ്മുടെ പക്ഷത്ത് വന്നാൽ നമ്മൾക്ക് ഈ പ്രയാസമാകുമെന്ന് പറഞ്ഞ വിഷയങ്ങളെല്ലാം ഈസിയാകും. അപ്പം അതുകൊണ്ട് തന്നെ ആധ്യാത്മിക ജീവിതം ഈസിയാണെന്നുള്ള വിഷയത്തിലാണ് ഈശോ അവസാനം ഊന്നൽ കൊടുക്കുന്നത്. എന്താണ്? എൻ്റെ നുകം മധുരമാണെന്ന് പറയണില്ലേ? ഈശോയുടെ വചനങ്ങളും വചനം നടപ്പിൽ വരുത്തുന്നതും എല്ലാം എന്താണ്? സ്വീറ്റാണെന്ന് പറഞ്ഞു. മത്തായി 11:30. എന്തെന്നാൽ എന്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളത്, ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ലൈറ്റ് വെയിറ്റ് ആണെന്ന്. എൻ്റെ വിഷയം വെച്ചാൽ നമ്മൾ ദൈവസ്നേഹ എങ്ങനെയാണ് ഇതെങ്ങനെയാണ് ഹാപ്പൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദൈവസ്നേഹത്തെ പ്രേരിതരായി ദൈവത്തോടുള്ള തീഷ്ണതയും എരിവും കൊണ്ട് മുന്നോട്ട് വരുന്നത് കാണുമ്പോൾ ദൈവം ഇത് ലൈറ്റ് വെയിറ്റ് ആക്കി തരണതാണ്. അത് വഹിക്കാൻ എളുപ്പമുള്ളതാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം ദൈവം ഇത് ലൈറ്റ് വെയിറ്റ് ആയിട്ട് തരും. കാര്യം ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പലതും നമ്മൾക്ക് വേണ്ടി ദൈവം ചെയ്തു തരും. അങ്ങനെ ഒരു റിലേഷനാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്. ഉടമ്പടി അതിൻ്റെ സത്യസന്ധമായ ജീവിതമാണെങ്കിൽ ജീവിതം ലൈറ്റ് വെയിറ്റ് ആവും. അത് നിങ്ങൾ സാക്ഷ്യങ്ങൾ മാത്രം കിട്ടാൽ മതി. 10,000-ഓളം സാക്ഷ്യങ്ങൾ ഇപ്പോൾ കിടപ്പില്ലേ? നമ്മൾ അപ്പ് ചെയ്താൽ മാത്രം ഓരോ മനുഷ്യൻ്റെ ജീവിതം എന്ത് ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് അത് പോകണമെന്ന് നോക്കില്ലേ? അപ്പം അതാണ് എപ്പോഴും വചനം അധിഷ്ഠിതമായി ജീവിക്കാൻ വേണ്ടി നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ശ്രമം ഉണ്ടാകണതും അത് ദൈവത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് റിജി പ്രിൻസൺ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ വരന്തരപ്പള്ളി വിമല കൃതകനാഥ ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് മകനാണ് വന്നിരിക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ അൾത്താരയിലെ 3ാമത്തെ സാക്ഷ്യമാണിത്. ഞാൻ ഉടമ്പടി എടുത്തത് 7/1/2019 ഞാൻ ഉടമ്പടി എടുത്ത് ഞങ്ങൾ ആദ്യം ഇവിടെ ഇല്ലായിരുന്നു, ഞങ്ങൾ ചെന്നൈയിലായിരുന്നു. ഞാനും ഹസ്ബൻഡ് എല്ലാവരും ചെന്നൈയിലായിരുന്നു. ഞങ്ങൾ അവിടെ 2014 ഞങ്ങൾക്ക് ഭാഗമായിട്ട് കുറച്ച് സ്ഥലം കിട്ടിയിരുന്നു. ആ സ്ഥലം വിൽക്കാനായിട്ട് ഞങ്ങൾ ഒത്തിരി പരിശ്രമിച്ചു. ഞങ്ങൾ പല സ്ഥലങ്ങളിലും നേർച്ച നേർന്നും ഞങ്ങളിതിൽ കുറച്ച് സ്ഥലം പള്ളിയിലേക്ക് നേർച്ചയായിട്ട് നേർന്നു കൊടുക്കാമെന്നെല്ലാം പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങൾക്കത് ഒന്നും സാധിച്ചില്ല. ഞങ്ങൾ 2019 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. ഞാനും ഹസ്ബൻഡും കൂടിയാണ് വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഈ വർഷം 2025 ഞങ്ങൾക്ക്
ഈ സ്ഥലം വന്ന് കാണാൻ പലരും വന്ന് കാണും. പക്ഷേ ഞങ്ങൾക്കത് പാടാണ്, വഴിയില്ല. പല കാരണങ്ങളാൽ അത് ഒരു റെയിൽവേ ട്രാക്ക് കടന്നു വേണം ഈ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ. ഒരു ചെറിയൊരു ബണ്ട് വഴിയാണ്, അതിനാൽ പോകാൻ പറ്റാത്തതിനാൽ ആരും അത് വേണ്ട എന്നാണ് പറയുക. അതിൽ കുറച്ച് സ്ഥലം ഒരു സൈഡ് പുഴയുടെ ഭാഗമായതുകൊണ്ട് അവർ പറയും അത് ചെളിയായിട്ട് കിടക്കുന്ന സ്ഥലമാണ്, അതിൽ 2 ഏക്കർ കൃഷി ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ പല കാരണങ്ങളാണ് പലരും പറഞ്ഞിരുന്നത്. എനിക്കാണെങ്കിൽ ഭാഷ അറിയില്ല. ഞാൻ തമിഴ് അവിടുത്തെ പഠിച്ച് മാതാവ് എന്നെ പഠിപ്പിച്ചു തന്നു. ഞാൻ ഓരോ പാർട്ടി വിളിക്കുമ്പോഴും ഞാൻ അവരോട് എൻ്റെ വായിൽ ഉപ്പ് ഇട്ട് ഞാൻ സംസാരിക്കും അവരോട്. എനിക്കറിയില്ല എങ്ങനെയാണ് ഇത് കച്ചവടം നടത്തുന്നത്. എൻ്റെ അമ്മ മാതാവിനോട് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഒരു പാർട്ടി വരികയും എൻ്റെ സിൽവർ ഗ്രേ ഉടമ്പടിയാണ് ഞാൻ 15ാമത്തെ പുതുക്കലിൽ എൻ്റെ മാതാവ് ഒരാളെ ഇടപെട്ട് കൊണ്ടുവരികയും ആ സ്ഥലത്ത് വന്ന് കാണുകയും അവർ വന്ന് നാട്ടിൽ വരികയും ജൂലൈ മാസത്തിൽ അഡ്വാൻസ് തരികയും 2025 ആഗസ്റ്റ് മാസത്തിൽ അതിൻ്റെ രജിസ്ട്രേഷൻ നടത്തി തരികയും ചെയ്തു. ആ സ്ഥലം കാണാൻ വന്നപ്പോൾ അവരും പറഞ്ഞു ഇതുപോലെ പല കാരണങ്ങളും പറഞ്ഞിരുന്നു. പക്ഷേ അമ്മ മാതാവ് അത് ഏറ്റെടുത്ത് നല്ല രീതിയിൽ എനിക്ക് അത് കച്ചവടം നടത്തി തന്നു. അതിന് അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. അത് 2014 തൊട്ട് ഞാനിവിടെ ഹസ്ബൻഡിൻ്റെ പേരിലായ സ്ഥലമാണ്. 11 വർഷമായി അത് വിൽക്കാൻ നോക്കുന്നത്. ഇപ്പോഴാണ് അമ്മ മാതാവ് എനിക്കത് നടത്തി തന്നത്. ഞാൻ 2 പ്രാവശ്യം അച്ഛനെ വന്ന് കാണുകയും വെഞ്ചിരിച്ച കാശ് രൂപ അവിടെ കൊണ്ടുപോയി കുഴിച്ചിടുകയും വിജയകുമാർ സാറിനെ അടുത്ത് വന്ന് 2 പ്രാവശ്യം വന്ന് 2 ചൊവ്വാഴ്ചകൾ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ എല്ലാ ഫലമായിട്ട് പിന്നെ ഡെയിലി ബ്രെഡിൽ ഞാൻ എൻ്റെ ആധാരം വെച്ച് എന്നും പ്രാർത്ഥിക്കും. ആ ഡെയിലി ബ്ലെസ്സിങ് കിട്ടുവാനായിട്ട് ആധാരത്തിന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ എല്ലാ ഫലമായിട്ടാണ് എനിക്ക് ആ സ്ഥല കച്ചവടം നടന്നു കിട്ടിയത്. അതിൻ്റെ അവസാന നിമിഷത്തിൽ ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പറഞ്ഞു എനിക്ക് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അമ്മ മാതാവേ, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ല, നീ എന്നോട് ഒരു വഴി എനിക്ക് കാണിച്ചു തന്നേ പറ്റൂ. അമ്മ മാതാവേ, ഞാൻ പറയണം നിന്നോടൊരു റേറ്റ്, ആ റേറ്റിന് തന്നെ എനിക്ക് വിറ്റ് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആ റേറ്റിന് തന്നെ അമ്മ മാതാവ് എനിക്കത് നടത്തി തന്നു. അതിനും 1000 നന്ദി പറയണോ. അവസാന നിമിഷത്തിൽ ഇതുപോലെ തന്നെ അത് ഞങ്ങൾ നാട്ടിലായതുകൊണ്ട് അവിടെ ആരുമില്ല, അത് പലരും എടുത്തിട്ട് പോവും, അവിടെയുള്ള ആൾക്കാർ എടുത്തിട്ട് പോവും, കയ്യേറി പോവും, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം അമ്മ മാതാവിനെ കരകയറ്റി ഇവിടെ വരേക്കും. എന്നോട് തമിഴ് അറിയില്ല, സംസാരിക്കാൻ അധികമൊന്നും അറിയില്ല, കുറച്ച് മാത്രം. ഭർത്താവിനാണെങ്കിൽ സംസാരിക്കാൻ പറ്റത്തില്ല. ആൾക്ക് 6 വർഷമായിട്ട് സ്ട്രോക്ക് വന്നിരുന്ന വ്യക്തിയാണ്. തളർന്നു കിടന്ന വ്യക്തി ഇപ്പോൾ ഇങ്ങനെയായി മാതാവ് എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം അമ്മ മാതാവ് നടത്തി തരുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് എല്ലാം നല്ല രീതിയിൽ നടത്തി തന്നു. അതിന് 1000 നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് എൻ്റെ ഒരു മാല കാണാതായിപ്പോയി. അത് ഒത്തിരി ദിവസമായി, 1 മാസത്തോളമായി ഞാൻ നവംബർ മാസത്തിൽ അന്വേഷിച്ച് തുടങ്ങിയതാണ്. പക്ഷേ അതെനിക്ക് കിട്ടണില്ല. ഞാൻ എവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷേ എവിടെയാണെന്ന് അറിയണില്ല. 1 മാസമായി ടെൻഷൻ ആകെ കൂടിപ്പോയി. 4-5 പ്രാവശ്യം ഞാൻ അളമാരിയെല്ലാം തപ്പി. അവസാനം ഞാൻ ഇൻസ്റ്റയിൽ കണ്ടു, പെട്രോളിയം, അച്ഛൻ്റെ ഒരു ടോക്കാണ്, പെട്രോളിയം കത്തണ പോലെ കത്തും, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ എന്ന് 10 പ്രാവശ്യം പറഞ്ഞു. ഞാനിത് കണ്ടതും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് 1-2 ദിവസത്തിനുള്ളിൽ എനിക്ക് പെട്ടെന്ന് ആ മാല എവിടെ ഇരിക്കുന്നത് കണ്ടെത്തുകയും അത് കിട്ടുകയും ചെയ്തു. അതിനിടയിൽ വേറൊരു മാലയും കൂടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ തെരച്ചിലിൻ്റെ ഇടയിൽ ഈ മാലയും കൂടി എവിടെയാണെന്ന് എനിക്ക് അറിയണില്ല. ഞാനത് കഴിഞ്ഞ് പിന്നെ ആകെ ടെൻഷനായി പോയി. ഇതുപോലെ വീണ്ടും എനിക്ക് ഇൻസ്റ്റയിൽ ഇങ്ങനെ തന്നെ വരിക, നീ പെട്രോളിയം കത്തണ പോലെ കത്തും, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കാൻ. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം തന്നെ ആ മാലയും എനിക്ക് തിരിച്ച് കിട്ടി. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ മകനെ +2-ന് ഞാൻ ഹോൾ ടിക്കറ്റ് കൊണ്ട് ഇവിടെ പരീക്ഷാ സമയത്ത് അച്ഛനെ കണ്ടുവന്ന് പ്രാർത്ഥിച്ചിരുന്നു. അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് വീട്ടിലെത്തിയപ്പോൾ മഴവില്ല് കാണാനായിട്ട് സാധിച്ചു. അവൻ +2 പാസ്സാവുകയും ചെയ്തു. അത് 4ാമതായിട്ട് എൻ്റെ മകന് അഡ്മിഷൻ കിട്ടാനായിട്ട് കീമിൻ്റെ എക്സാം എഴുതിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ, എനിക്ക് ഈ കോളേജിൽ മാത്രമേ എനിക്ക് സീറ്റ് വേണ്ടൂ, വേറൊരു കോളേജിലും വേണ്ട. അപ്പോൾ അവർ പറഞ്ഞു കീം എഴുതിയിട്ടില്ല, അതിനാൽ കിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ വേറെ എവിടെയും അന്വേഷിച്ചില്ല. പലരും പറഞ്ഞു എന്നോട് പോയി അന്വേഷിക്കാൻ. ഞാൻ പോയില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ, നീ എന്നെ കൈവിടരുത്. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു.
ഞാൻ ഈ രജിസ്ട്രേഷൻ ഓഗസ്റ്റ് മാസത്തിൽ ചെന്നൈ പോയി എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അമ്മ മാതാവിൻ്റെ വലിയ കൃപയാൽ അവർ വിളിക്കുകയും ആ കോളേജിൽ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഞങ്ങൾ ചെന്നൈയിലേക്ക് രജിസ്ട്രേഷന് പോകുമ്പോൾ അമ്മ മാതാവിനെ കൂടെ കൊണ്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ കാറിൽ പോകുമ്പോൾ പില്ലോ വെച്ച് അതിൻ്റെ മേളിൽ മാതാവിൻ്റെ സ്റ്റാച്ചു വെച്ചാണ് ഞങ്ങൾ പോയത്. എനിക്ക് സംസാരിക്കുവാനോ എൻ്റെ കൂടെ സംസാരിക്കുവാനോ എനിക്ക് ആരുമില്ല, അമ്മ മാതാവ് മാത്രമാണുള്ളത്. ഇവിടെ നിന്ന് യാത്രയായി രാവിലെ ഒരു 4:45 ഞങ്ങൾ പെട്ടെന്ന് ഞാനൊന്ന് മയങ്ങിപ്പോയി. ഒരു സ്വപ്നം കണ്ടു. പെട്ടെന്ന് ഒരു എന്തോ ഇടിക്കാൻ പോണ വണ്ടി ബ്രേക്ക് കിട്ടാത്ത പോലെ ഇങ്ങനെ എന്തൊരു സൗണ്ട് പോലെ എനിക്ക് തോന്നി. കണ്ണ് തുറന്നതും പെട്ടെന്നൊരു ഷെയ്ക്ക് ആവലും അമ്മ മാതാവ് എൻ്റെ മടിയിൽ തലവണയിലാണ് ഇരുന്നിരുന്നത്. മാതാവ് ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് വണ്ടി ഡ്രൈവർ ഉറങ്ങിപ്പോയി. ആൾ പെട്ടെന്ന് എഴുന്നേറ്റു, ഡോറ് നിർത്തി. ആളൊന്നും പറയണില്ല, ഡോറ് നിർത്തി പുറത്ത് പോയി നോക്കി. പക്ഷെ ആൾ ഉറങ്ങിപ്പോയതായിരുന്നു. അതിന് വലിയൊരു അപകടത്തിൽ ഞങ്ങളെ കാത്തുരക്ഷിച്ചു. അതിനും 1000 നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങൾ സ്ഥലം വിറ്റതിന് ശേഷം ഞങ്ങൾക്ക് 3 പള്ളികൾക്കായിട്ട് ഞങ്ങൾ പൈസ കൊടുക്കാൻ സാധിച്ചു. അതിനും വലിയ ഉപരിയായിട്ട് ഞങ്ങൾക്ക് സാധിച്ചത് ഒരു ഭവനം പണിയുവാനായിട്ട്. ഒത്തിരി കഷ്ടപ്പെടുന്ന പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന ഒരു മക്കളായിരുന്നു. അവരുടെ ഭവനം പണിയുവാനായിട്ട് ഞങ്ങൾക്ക് പൈസ കൊടുക്കാൻ സാധിച്ചു. അതിനും 1000 നന്ദി പറയുന്നു. മെഡിക്കൽ കോളേജിൽ ആരോരുമില്ലാത്ത രോഗികളുണ്ട്. അവരുടെ അടുത്ത് പോയിട്ട് അവർക്ക് മാസത്തിൽ ഒരിക്കലും ഞങ്ങൾ 4 പേര് കൂടിയിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം വെച്ച്, നോൺ വെജായിട്ടുള്ള ഭക്ഷണം വെച്ച് അവർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതിനമ്മ മാതാവിന് ഇപ്പോൾ ഒരു 2 വർഷത്തോളമായി ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട് അതിന് 1000 നന്ദി പറയുന്നു. 6 പ്രാവശ്യം ഇവിടുത്തെ അഖണ്ഡ ജമാലയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. എൻ്റെ കുടുംബത്തിൽ എൻ്റെ മകൾ 5 പ്രാവശ്യത്തോളം പങ്കെടുത്തിരുന്നു. ആ മകൾക്ക് 2 മക്കൾക്ക് വരാൻ പറ്റിയിട്ടില്ല. അവരെയും പ്രത്യേകം സമർപ്പിക്കുന്നു. അവർക്കും കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. 2ാമത്തെ മകൾക്ക് വളരെയധികം എപ്പോഴും ടിക്കറ്റ് കിട്ടാൻ മംഗലാപുരത്തേക്ക് പോകണം, ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ, ഈ മകളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അമ്മ മാതാവ് തന്നെ ഇവർക്ക് ഒരു അടയാളം കാണിച്ചു കൊടുക്കണമേ. ഇവർക്കും 2-3 ദിവസത്തിനുള്ള തക്കലിൽ പെട്ടെന്ന് തന്നെ ടിക്കറ്റ് ഒന്നുമില്ലെന്ന് പറഞ്ഞ് വളരെ ബുദ്ധിമുട്ടിയിരുന്നു. പലരും പലതരത്തിൽ സാധാ ടിക്കറ്റിന് പോകാമെന്ന് പറഞ്ഞിരുന്നു. മകളുടെ വിശ്വാസത്തിന് വേണ്ടി അമ്മ മാതാവ് ഒരു അടയാളം കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് മകൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ടിക്കറ്റ് ലഭിക്കുകയും ആ മകൾക്ക് അതിൽ പോകാൻ സാധിക്കുകയും ചെയ്തു. അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. ആത്മീയ ജീവിതം ഡെയിലി പ്രാർത്ഥിക്കാറുണ്ട്, ബൈബിൾ വായിക്കാറുണ്ട്, ഡെയിലി കുർബാനയ്ക്ക് പോവും. കുർബാനയ്ക്ക് പോയില്ലെങ്കിൽ വളരെയധികം വിഷമമാണ്. ഒരു ദിവസം പോലും കുർബാന മുടങ്ങത്തില്ല. എല്ലാ ദിവസവും ഞാൻ കുർബാനയ്ക്ക് പോവും. എല്ലാത്തിനും 1000 അമ്മയ്ക്ക് ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. നിത്യത വരെ അമ്മയോട് കൂടി ആയിരിക്കുവാനായിട്ട് ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവേ, ഈശോയെ നന്ദി, 1000 നന്ദി പറയുന്നു. ഞങ്ങൾ 5 പേര് ഫുഡ് കൊടുക്കണവരുണ്ട്. അതിൽ ഞങ്ങൾ 5 പേരുടെ വീട്ടിൽ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് സെപ്റ്റംബറിലും ഒക്ടോബറിലുമായിട്ട് അഖണ്ഡ ജപമാല ഓരോ ദിവസം വെച്ച് ഞങ്ങൾക്ക് നടത്താനായിട്ട് സാധിച്ചു. അതും അമ്മ മാതാവിൻ്റെ വലിയൊരു കൃപയാലാണ് സാധിച്ചത്. എനിക്കറിയില്ല, എല്ലാവരും എന്നോട് പറയും, നീ പ്രാർത്ഥിക്കുക. എനിക്കൊന്നും അറിയത്തില്ല. പക്ഷേ അമ്മ മാതാവ് ഓരോരുത്തരായിട്ടും എന്നോട് പ്രാർത്ഥിക്കാൻ പറയാനായിട്ട് അങ്ങനെ തരുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോരുത്തരെ കേൾക്കാനായിട്ട് ഓരോ ദിവസവും അമ്മ മാതാവേ, എൻ്റെ മക്കൾ ചീത്ത പറയും, ഏത് നേരം ഫോൺ വിളി മാത്രമേ ഉള്ളൂ. പക്ഷേ അമ്മ മാതാവ് ഓരോരുത്തരെയും എനിക്ക് അവരുടെ വിഷമങ്ങൾ എന്നോട് പറയുമ്പോൾ അവർക്കൊരു സമാധാനം എന്ന് പറയുകയും അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനും 1000 നന്ദി പറയുന്നു. തിരുവൾത്താരയിൽ അമ്മ മാതാവിൻ്റെ ഈശോൻ്റെയും കൂടെ നിന്ന് ഈ സാക്ഷ്യം പറയുവാൻ എന്നെ അനുഗ്രഹിച്ചതിനടുത്ത് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഇതിനു മുമ്പും ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഈശോ മാതാവും കൂടെ എനിക്ക് ഒത്തിരി അത്ഭുതങ്ങൾ നടത്തി തന്നിട്ടുണ്ട്. ഞാൻ 6/7/2022 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. എൻ്റെ പേര് ലാലി ജെയിംസ്. ഞാൻ പള്ളൂരുത്തി സെയിൻറ്റ് ലോറൻസ് ഇടവകയിൽ നിന്നും വരുന്നു. ഇന്ന് ഞാൻ 13ാമത്തെ പുതുക്കിയാണ് ഇവിടെ നിൽക്കുന്നത്. ഏറെ സന്തോഷത്തോടെ ഞാനിവിടെ നിൽക്കുന്നത്. കാരണം ഇത്ര പ്രാവശ്യം പുതുക്കാനും ആ വിശുദ്ധിയിൽ ജീവിക്കുവാനും ദൈവം എന്നെ ഇടവരുത്തി എന്നുള്ളതാണ്. ഉടമ്പടി എടുത്താൽ നമ്മളെ ഭൗതിക ആവശ്യമല്ല, ആത്മീയമായി ഒത്തിരി വളരാൻ സാധിച്ചു. കാരണം എല്ലാ ദിവസവും മിക്കവാറും അരമണിക്കൂർ ബൈബിള് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഒരു പുണ്യവും. കൂടാതെ എല്ലാ ദിവസവും ദിവ്യബലിക്ക് പോകുവാനും പറ്റുന്നുണ്ട്. ഈശോ നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഒരവസ്ഥയാണ് എനിക്ക് ഫീൽ ചെയ്യണത്.
കാരണം ഉടമ്പടി എന്നത് തമ്പുരാനോട് ഒരു ഉടമ്പടി ചെയ്തിട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നതാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടെ നിന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. അതെ, തമ്പുരാൻ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന നിമിഷമാണ്. ഈ അൾത്താരയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുവാനും നിങ്ങളോട് പങ്കുവയ്ക്കുവാനും തന്ന അനുഗ്രഹം. ഈശോയോട് 10 വർഷമായി ഒരു വീടില്ലാഞ്ഞിട്ട് ഞാൻ ഈശോയോട് വീടിനെ പറ്റി ഒരു വീട് ഒരുക്കി തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഉടമ്പടിയിൽ വെക്കാൻ പറ്റണില്ല. കാരണം പല പല നിയോഗങ്ങൾ, മക്കൾ പഠിക്കുകയാണ്, മക്കളുടെ ജോലി അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ടില്ലായിരുന്നു. കഴിഞ്ഞ ജൂൺ മാസം ഞാൻ പുതുക്കിയപ്പോഴേക്കും ഞാൻ ഒരു ഭവനത്തിന് വേണ്ടി ഈശോനോട് ഞാൻ പ്രാർത്ഥിച്ച് മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ എനിക്കൊരു 2 മുറിയുള്ളൊരു ഭവനം ഒരുക്കി തരണേന്ന് പ്രാർത്ഥിച്ച്. പക്ഷേ 3 മുറിയുള്ള ഒരു നല്ലൊരു വീട് തന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ച്. കാരണം ജൂൺ എന്ന് പറഞ്ഞാൽ ജൂൺ കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളേ ആയിട്ടുള്ളൂ. ഒക്ടോബറിൽ ഞാൻ ജപമാല റാലിക്ക് പങ്കെടുത്ത് നവംബറിൽ ഞങ്ങൾ വീടും സ്ഥലവും പോയി കണ്ട് ഫസ്റ്റ് ടോക്കൺ അഡ്വാൻസ് കൊടുത്ത് ആ ആഴ്ചയിൽ തന്നെ ഞങ്ങൾ അഡ്വാൻസും കൊടുത്ത് ഡിസംബർ 27-ാം തീയതി ഞങ്ങൾ വെഞ്ചരിച്ച് വീട്ടിലേക്ക് താമസം മാറ്റി. ഇത് വലിയൊരു അത്ഭുതമാണ്. കാരണം നമ്മൾ എത്ര വർഷമായി വീടിന് വേണ്ടി ചോദിക്കുന്നു, പക്ഷേ നിയോഗം വെച്ചിട്ടില്ല. ജൂൺ മാസം നിയോഗം വെച്ച് ഡിസംബറിൽ വീട് കയറി താമസിച്ചു. പിന്നെ കൂടാതെ ജപമാല റാലിയിൽ കഴിഞ്ഞ വർഷവും പങ്കെടുത്ത്, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷവും പങ്കെടുത്ത്, കഴിഞ്ഞ ഒക്ടോബറിലും എനിക്ക് ജപമാല റാലിയിൽ പങ്കെടുക്കാൻ പറ്റി. ജപമാല റാലിയിൽ പങ്കെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ നിയോഗങ്ങൾക്ക് കൂടുതൽ ഇത് കൊടുക്കാതെ യുവജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. കാരണം എൻ്റെ മോള് ജർമ്മനിയിലാണ്, അവൾ ഒറ്റക്കാണ് താമസിക്കുന്നത്. എൻ്റെ മോനാണെങ്കിൽ ഹൈദരാബാദിലാണ്. വിശുദ്ധിയില്ലാത്ത ജീവിതമാണ് ഇന്ന് നമ്മൾ എല്ലാവരും ജീവിക്കണം. കുഞ്ഞുമക്കൾ, ഞാനൊരു കാറ്റക്കിസം ടീച്ചറാണ് കേട്ടോ, ഒരു കാറ്റക്കിസം ടീച്ചറാണ്. ഇപ്പോൾ 2 വർഷമായിട്ട് HM ആയിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ഈ വിശുദ്ധിയില്ലാത്ത മക്കളുടെ ജീവിതവും ആ ഒരു വിഷമമൊക്കെ കണ്ടു കഴിയുമ്പം എനിക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പം ഞാൻ ഈ ജപമാല റാലിയിൽ എൻ്റെ നിയോഗങ്ങൾ ഒന്നും തന്നെ ഞാൻ മെൻഷൻ ചെയ്തില്ല. ഞാൻ പറഞ്ഞു, ഈശോയെ കുഞ്ഞുമക്കൾ വിശുദ്ധിയിൽ ജീവിക്കാൻ നീ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് അറ്റം വരെ ഞാൻ ജപമാല റാലി ചൊല്ലി മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ച. പക്ഷേ എൻ്റെ കാലിൻ്റെ വിരലിൻ്റെ താഴത്ത് നല്ലൊരു മുറിവുണ്ടായിരുന്നു. 3 വർഷമായിട്ട് നല്ല വേദനയാണ്. വേദനയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ബ്ലഡ് വരും. ഡോക്ടറിനെ കൊണ്ട് കാണിച്ചിട്ട് ഡോക്ടർ മരുന്ന് തന്നിട്ട് ഒരു കുറവുമില്ല. പിന്നെ ഒരു പ്ലാസ്റ്റർ ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പറിച്ച് കഴിയുമ്പം ആണിയാണെങ്കിൽ അതിങ്ങനെ പറിച്ച് കഴിഞ്ഞ് പോകുമെന്ന് പറഞ്ഞ് അത് 5 വാങ്ങിച്ചു വെച്ചു. പിന്നെയും 5 എണ്ണം വെച്ചു, എന്നിട്ടും ഒരു കുറവില്ലായിരുന്നു. പക്ഷേ ഈ ജപമാല റാലി കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് വരെ എനിക്ക് ആ വേദന വന്നിട്ടില്ല. ഞാനത് പിന്നെ റാലിയിൽ പറഞ്ഞ കാര്യമല്ല, ഞാനിപ്പോൾ ഇങ്ങനെ വെറുതെ പറഞ്ഞ മാതാവ് എൻ്റെ കാലുവേദനയാണ് കേട്ടാ എന്ന് പറഞ്ഞാണ് ആ റാലിയിൽ ഞാൻ പങ്കെടുത്തത്. ബട്ട് അവസാനം വരെ റാലിയിൽ പങ്കെടുത്ത് അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കാലുവേദന മാറി. ആ വേദന ഞാനത് പറഞ്ഞതുമില്ല, കാര്യമായിട്ട് ഒന്നും പറഞ്ഞില്ലായിരുന്നു. അത് മാറി ദൈവകൃപയാൽ ഇന്ന് ഒരു വേദന എനിക്കില്ല. പിന്നെ കൂടാതെ 2 കൈയിൻ്റെ മുട്ടിൻ്റെ ഇവിടെ നല്ല കറുത്ത പാടായിരുന്നു. അപ്പോൾ ഈ വേദന, കാലിൻ്റെ വേദന വരുമ്പോൾ ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ കൂടാതെ കയ്യിലും ഈ കറുത്ത പാട് ഭയങ്കര വലുതായിട്ട് വന്നപ്പോഴേക്കും രാവിലെയും വൈകിട്ടും ഈ മാതാവിൻ്റെ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം അതും എൻ്റെ 2 കയ്യിൽ നിന്നും പോയി. ഇപ്പം അവിടെ വേദനകളൊന്നും ഇല്ലായിരുന്നു, പാടുണ്ടായിരുന്നു. ആ പാടൊക്കെ എല്ലാം മാറി. ജനറൽ ഹോസ്പിറ്റൽ എറണാകുളത്ത് പോയിട്ട് പൊതിച്ചോറ് കൊടുക്കും. പിന്നെ പത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി, പിന്നെ കരുണയുടെ കൊന്ത ചൊല്ലിയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു കൊടുക്കും. കൂടാതെ പൊതിച്ചോറ് ഇവർക്ക് കൊണ്ടേ കൊടുക്കും, രോഗികൾക്കും ബൈസ്റ്റാൻഡേഴ്സിനും. പിന്നെ കാശുരൂപം പ്രാർത്ഥിച്ചിട്ട് രോഗികൾക്ക് എത്ര കൂടുതലായിട്ടുള്ള രോഗികൾക്ക് കാശുരൂപം കൊടുത്ത് പ്രാർത്ഥിക്കുമായി. റോമ 8:26. 1000 നന്ദി പറയുന്നു. ഇത് എൻ്റെ 2ാമത്തെ ഉടമ്പടി സാക്ഷ്യമാണ്. അത് എൻ്റെ മകൻ ജുവാൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ചുള്ള സാക്ഷിയാണ്. ആദ്യത്തേതും അവൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ചുള്ള സാക്ഷിയായിരുന്നു. ഇതും അസുഖമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത വേറൊരു അസുഖം, രോഗസൗഖ്യം ലഭിച്ചതിനുള്ള സാക്ഷ്യം. കഴിഞ്ഞ ഓഗസ്റ്റ് 9-ാം തീയതി എൻ്റെ മോനൊരു പനി വന്നു. ഞങ്ങൾ ഒമാനിലായിരുന്നു.
സാധാരണ ഒരു പനി. രാവിലെ പനി വന്നെങ്കിൽ ഞങ്ങൾ അന്ന് വൈകിട്ട് ഡോക്ടറെ കാണിച്ചു. ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്തു. 2 ദിവസം ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ട് കുറയാണ്ടായപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, അഡ്മിറ്റായി ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു. അഡ്മിറ്റായി. ഞങ്ങളങ്ങനെ 2 ദിവസം കിടന്നു. പനി അവൻ്റെ കുറഞ്ഞു. ഇൻഫെക്ഷൻ ഉണ്ടായതിൻ്റെ അവർ ഡെങ്കു ആണോ അല്ലെ H1N1 ആണോ അതൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ അതും നോർമലായി നെഗറ്റീവ് ആയതുകൊണ്ട് പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. 13-ാം തീയതി വെളുപ്പിന്. അതിന് തൊട്ട് മുമ്പ് വരെ അവൻ വളരെ ആക്റ്റീവായിട്ട് കളിച്ച് ഡോക്ടർ കൈമത്തെ ട്രിപ്പ് പോയിക്കൊണ്ടിരുന്ന ട്യൂബ് അത് ഊരിത്തരാം മോൻ കളിച്ചോ എന്ന് പറഞ്ഞ് അത്ര ആക്റ്റീവായിട്ട് അവൻ കളിച്ചുകൊണ്ടിരുന്ന് അവനെയാണ് ബെഡിൽ ഉറക്കാനായിട്ട് ഞാൻ കെടുത്തി. അപ്പോൾ തന്നെ നല്ല ക്ഷീണം കൊണ്ട് അവൻ ഉറങ്ങിപ്പോയായിരുന്നു. ഞാനും ലൈറ്റ് കെടുത്തി, മൂത്തവനെയും കെടുത്തി. ബെഡിലേക്ക് കിടക്കാൻ വരുന്ന ഗ്യാപ്പിൽ അവന് ബെഡിൽ എഴുന്നേറ്റിരുന്നു, വൊമിറ്റ് ചെയ്തു സമയത്ത് ആളുടെ റെസ്പോൺസ് കുറഞ്ഞു. ഫേസിൻ്റെ അവിടെ ബ്ലൂ കളറായിരുന്നു. അപ്പോൾ ഞാൻ നഴ്സിനെ വിളിച്ചു. പറഞ്ഞപ്പോൾ അവർ പ്രോബ് വന്ന് കണക്ട് ചെയ്ത് സാച്ചുറേഷൻ ചെക്ക് ചെയ്തപ്പോൾ കുറവായിരുന്നു. പക്ഷെ അത് വീണ്ടും നോർമലായി. അങ്ങനെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഉണ്ടായി, അതും നോർമലായി സാച്ചുറേഷൻ. 3ാമത് വീണ്ടും സാച്ചുറേഷൻ ഡൗൺ ആയി പോയി. അതിനുശേഷം പിന്നെ അവൻ കോൺഷ്യസ് ആയിട്ടില്ല, അവൻ്റെ ഒട്ടും റെസ്പോൺസ് ഇല്ല. മരിച്ചതിന് തുല്യമായിട്ടാണ് അവൻ കിടക്കണേ, കണ്ണൊക്കെ മറിഞ്ഞു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് അത് ഫിക്സ് വന്നതിൻ്റെയാണ്, അത് ഉടനെ വെന്റിലേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ പീഡിയാട്രിക് ICU ഇല്ല, അവർ എയർവേ ചെയ്തു. പീഡിയാട്രിക് ICU ഉള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം അവിടെ അഡ്മിഷനൊക്കെ അങ്ങനെ പീഡിയാട്രിക് ICU ഉള്ള ഹോസ്പിറ്റലിൽ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി. അവിടെ ചെന്ന് ഡോക്ടർ പറഞ്ഞത്, ന്യൂറോ ഡോക്ടർ പറഞ്ഞത്, ഇവൻ്റെ ഫിക്സ് നമുക്ക് പുറത്തേക്ക് കാണുന്നത് കൂടാതെ ബ്രെയിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഫിക്സ് പല സൈഡിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെഡേഷൻ കൊടുക്കുക. അങ്ങനെ ഫിക്സ് സ്റ്റോപ്പ് ആവുന്ന രീതിയിൽ അവർ സെഡേഷൻ്റെ ഡോസ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് മെഡിക്കലി കോമയിലാക്കണ രീതിയിൽ എത്തിയിട്ടാണ് അവൻ്റെ ഫിക്സ് സ്റ്റോപ്പായത്. പക്ഷേ അങ്ങനെ നമുക്ക് 2 ദിവസത്തിനും കൂടുതൽ അങ്ങനെ കെടുത്താൻ പറ്റില്ല, ഡോസ് കുറച്ച് കൊണ്ടുവരണം. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ വെന്റിലേഷൻ സപ്പോർട്ടോടും ഡോക്ടറും നഴ്സൊക്കെ കൂടി ഞങ്ങൾ അവനെ എയർലിഫ്റ്റ് ചെയ്തു, അമൃതയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇവനവിടെ ICUവിൽ കിടന്ന ഒമാനിലെ ICUവിൽ കിടന്ന സമയത്തെല്ലാം നല്ലൊരു ദൈവം കൂടെയുണ്ടെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയതും. ഇവന് ICUവിൽ കിടന്ന സമയത്ത് ആദ്യത്തെ 13-ാം തീയതി അഡ്മിറ്റായത്. 15-ാം തീയതി ഇവിടെ അവൻ ICUവിൽ എടുക്കുന്ന ഫോട്ടോയും കൊണ്ട് മമ്മിയും ചേട്ടനും കൂടി വന്നിട്ട് ഫോട്ടോ അച്ഛനെ കാണിക്കാനായിട്ട് ഇവിടെ കൃപാസനത്തിൽ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അച്ഛനന്ന് ഇവിടെ ടോക്കൺ എടുത്ത് കാണുന്നത് കഴിഞ്ഞു. അയർലൻഡിലേക്ക് പോകാനായിട്ട് കാറിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് നിന്നപ്പോൾ ഫോട്ടോ കൊണ്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ മാതാവിൻ്റെ സമർപ്പിച്ചിരിക്കുന്നു എന്ന് അച്ഛൻ അന്ന് പറഞ്ഞ് അവൻ്റെ ഫോട്ടോയിൽ കൈവച്ച് പ്രാർത്ഥിച്ചായിരുന്നു. അന്ന് തന്നെ രാവിലത്തെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ കുട്ടികൾക്ക് വേണ്ടി, രോഗം ഉള്ള കുട്ടികൾക്ക് വേണ്ടി, അത് കുറഞ്ഞും വീണ്ടും വരുന്നു ആ അവസ്ഥയിലുള്ള കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചായിരുന്നു. അത് കഴിഞ്ഞ് വന്ന 19-ാം തീയതിയിലത്തെ ചൊവ്വാഴ്ചയിലത്തെ ധ്യാനത്തിൽ ഇവൻ്റെ അടുത്ത് ആ ധ്യാനം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും രോഗസൗഖ്യ പ്രാർത്ഥന കഴിഞ്ഞ് നിങ്ങളുടെ ഏതെങ്കിലും ആവശ്യങ്ങൾ അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് സമർപ്പിച്ച് മൗനമായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് ഇവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു, ബ്രെയിൻ അസുഖമുള്ള വ്യക്തിയെ സുഖപ്പെടുത്തുന്നതായിട്ട് അച്ഛൻ്റെ മെസ്സേജ് കിട്ടുന്നതായിട്ട് പറഞ്ഞു. അതൊക്കെ ഈ ഇത്രയും ദിവസങ്ങൾ മൊത്തം 71 ദിവസമാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്നത്, 55 ദിവസം ICUവിലും. ആ സമയത്തൊക്കെ പിടിച്ചിരിക്കാനുള്ള ശക്തി കിട്ടിയത് ഈ ഒരു വിശ്വാസവും ധ്യാനത്തിലൂടെയുള്ള അച്ഛൻ്റെ ഓരോ മെസ്സേജസും ആയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തു, അമൃതയിലെത്തി. അപ്പോൾ ഡോക്ടേഴ്സ് ഞങ്ങളോട് ആദ്യം പറഞ്ഞത്, നിങ്ങളുടെ ആക്റ്റീവായിട്ടുള്ള കുട്ടി എന്തോരം തിരിച്ചു വരുന്നത് ഞങ്ങൾക്ക് അവർക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പിന്നെ
ടൈം എടുക്കും. അതുപോലെ ഫിനാൻഷ്യലി ആയാലും നമ്മൾ ഹോസ്പിറ്റലിൽ അത്രയും ദിവസം നിൽക്കാനായിട്ടുള്ള ഞങ്ങളെ മെൻ്റലി പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു കൗൺസിലിംഗ് ആയിരുന്നു അവരുന്ന് അത് ഞങ്ങൾക്ക് തന്നിരുന്നത്. ഇതേപോലെ സെയിം അസുഖം വന്ന കുട്ടികൾ, കോംപ്ലക്സ് ആയിട്ടുള്ളൊരു അസുഖമാണ്, പക്ഷേ അതുപോലെ അസുഖം വന്ന കുട്ടികൾ അവിടെ 7 മാസമായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും ടൈം എടുക്കും എന്നുള്ളൊരു കൗൺസിലിംഗ് ആയിരുന്നു ഞങ്ങൾക്ക് അവിടെ നിന്ന് തന്നിരുന്നത്. അങ്ങനെ ഞങ്ങളെ മെൻ്റലി പ്രിപ്പയർ ചെയ്തു. പക്ഷേ അപ്പോഴും നമ്മൾ അതിൻ്റെ കൂടെ ഡോക്ടർ ഒരു കാര്യം കൂടി പറഞ്ഞു, ഇവന് കോംപ്ലക്സ് ആയിട്ടുള്ളൊരു മുന്നത്തെ ഒരു അസുഖത്തിന് ഞാൻ സാക്ഷ്യം പറഞ്ഞല്ലോ, അതും ഒരു കോംപ്ലക്സും റയറായിട്ടുള്ളൊരു അസുഖമായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ ഒരു അസുഖമുള്ളൊരു കുട്ടി, അതും ആൺകുട്ടിയാണെങ്കിൽ ജീവിക്കില്ലായിരുന്നു, 7 വർഷം നിങ്ങൾക്ക് ഇവനെ കിട്ടിയത് ഭാഗ്യമാണെന്നാണ് ഞങ്ങളോട് ഡോക്ടർ അന്ന് ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞത്. അപ്പോൾ അത് ഭാഗ്യമല്ല, നമുക്ക് പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടിയതാണ് മോനെ. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് ഡോക്ടർ ഇങ്ങനെ നമ്മളെ കൗൺസിലിംഗ് ചെയ്തെങ്കിൽ ഇതിൽ നിന്നും രക്ഷപ്പെട്ട് അവൻ ആക്റ്റീവായിട്ട് വരും. ഇവിടെ സാക്ഷ്യം പറഞ്ഞ ഇവന് വേണ്ടി സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ഇതാണ് ഞാനിവിടെ. അപ്പോൾ അത് ആരും അന്ന് സാക്ഷ്യം പറഞ്ഞ കുട്ടിയല്ലേ ഈ വയ്യാണ്ട് കിടക്കുന്നതെന്ന് എന്നോട് ആരും ചോദ്യം ചെയ്യേണ്ടി വരരുതല്ലോ. അതും മാതാവിനും കൂടി അതിലപ്പോൾ അവനെ ഓക്കെ ആക്കിയിട്ട് വരത്തേണ്ട ഒരു ഉത്തരവാദിത്തം ഇതുണ്ടല്ലോ. അപ്പോൾ വരും എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയണത് ഇപ്പോൾ മെഡിക്കലി കോമയിലാക്കിയിട്ട് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ സ്വയം ശ്വാസം പോലും എടുക്കുന്നില്ല. അവിടെ നിന്ന് ആ സെഡേഷൻ്റെ ഡോസ് കുറച്ച് കൊണ്ടുവരിക, അപ്പോൾ ഫിക്സ് വരും, അതിനെ ട്രീറ്റ് ചെയ്യുക. ആ രീതിയിലായിരുന്നു അവരുടെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ കുറച്ച് കൊണ്ടുവരുമ്പോൾ അവന് വീണ്ടും ഫിക്സ് വരും. അങ്ങനെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. ഞങ്ങളിവിടെ നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഹസ്ബൻഡും കൂടി വന്ന് വീണ്ടും ഉടമ്പടി എൻ്റെ പുതുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നു. വരുന്നതിൻ്റെ തലേ ദിവസം ഞാൻ ഇവൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ സെഡേഷൻ്റെ ഡോസ് കുറച്ച് തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് കുറച്ച് തുടങ്ങിയപ്പോൾ അവൻ കണ്ണൊക്കെ തുറക്കാൻ തുടങ്ങിയായിരുന്നു. ഞാൻ അവനെ കാണാനായിട്ട് ചെന്നപ്പോൾ അവൻ കണ്ണ് തുറന്ന് കിടക്കുകയാണ്. അപ്പോഴും സിസ്റ്ററിൻ്റെ അടുത്ത് ചോദിച്ചു സംസാരിച്ചോട്ടെ എന്ന് ചോദിച്ചു. സംസാരിച്ചോളാം പറഞ്ഞു. അവൻ അങ്ങനെ സെഡേഷനിൽ കിടക്കുകയാണെങ്കിൽ നമ്മൾ ഉപബോധ മനസ്സിലത് കേൾക്കുന്നുണ്ടായിരിക്കുന്ന ഒരു മുന്നേ ഞങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ അടുത്ത് പോയിട്ട് ചേട്ടിൽ പറഞ്ഞു അമ്മ നാളെ കൃപാസനത്തിലേക്ക് പോകുന്നു അവനോട് പറഞ്ഞു. അപ്പോൾ 16 ദിവസത്തിന് ശേഷം അന്നാണ് അവൻ ആദ്യമായിട്ട് അവൻ്റെ റെസ്പോൺസ് ഞങ്ങൾ കണ്ടത്. ചിരിച്ചു അവനൊന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അത്രയും ദിവസം ഒരു അനക്കൂലാണ്ടൊക്കെ കിടന്നിരുന്നത്. അത് അവൻ ചിരിച്ചതും ഞാനിങ്ങനെ കൃപാസനത്തിൽ പോവാമെന്ന് പറഞ്ഞപ്പോഴാണല്ലോ. അപ്പോൾ എനിക്ക് വീണ്ടും നല്ല ധൈര്യമായി. അങ്ങനെ ഞങ്ങൾ നല്ല ഇനിയും എല്ലാം ഓക്കെ ആവുന്നുള്ള വിശ്വാസത്തിലാണ് വീണ്ടും കൃപാസനത്തിലേക്ക് അന്ന് പിറ്റേ ദിവസം വന്നു ഇങ്ങോട്ട്. അങ്ങനെ ഉടമ്പടി പുതുക്കി ഞങ്ങൾ പ്രാർത്ഥിച്ച് തിരിച്ചു ചെന്നു. പക്ഷെ തിരിച്ചു ചെന്നപ്പോൾ അവന് വീണ്ടും ഫിക്സ് വന്നിട്ട് കിടക്കേണ്ടതാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ ഇൻഫെക്ഷൻ ചെറുതായിട്ട് പനി ഉണ്ടായിരുന്നു. ഇൻഫെക്ഷൻ വന്നിട്ട് ഫിക്സ് വീണ്ടും വന്നേക്കായിരുന്നു. പിന്നെ അവർ വീണ്ടും അത് മരുന്നിൻ്റെ ഡോസ് കുറച്ച് തുടങ്ങിയപ്പോഴാണല്ലോ ഫിക്സ് വന്നത്. അപ്പോൾ വീണ്ടും മരുന്ന് കൊടുത്തു. അങ്ങനെ മരുന്ന് ഡോസ് പിന്നെയും കുറയ്ക്കുമ്പോൾ എല്ലാ ചൊവ്വാഴ്ചകളിലായിരിക്കും സാറ് അവനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറയാം. അവർ ICUന്ന് ഷിഫ്റ്റ് ചെയ്യണേക്കാളും മുന്നേ മെഡിസിൻ്റെ ഡോസൊക്കെ കുറച്ച് ഇഞ്ചക്ഷൻ പോണ ഫിക്സിൻ്റെ മരുന്നുകളൊക്കെ ഗുളികയാക്കും. ആ സമയത്താണ് ഇവന് വീണ്ടും ഫിക്സ് വരാറ്. മരുന്ന് ഇഞ്ചക്ഷൻ കുറച്ച് ഗുളികയാക്കുമ്പോൾ. അങ്ങനെ പിന്നത്തെ ഒരു ദിവസം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മാതാവിനെ കാണാൻ വേണ്ടി അവിടെ എന്തായാലും ICUവിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ മാതാവിനെ കാണാമെന്ന് പറഞ്ഞ് ഞാൻ ഹസ്ബൻഡും കൂടി ഒരു ദിവസം ഇവിടെ വന്നു. ഇവിടെ ഇരുന്ന് മാതാവിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ച് പോയുള്ളൂ. അന്നപ്പോൾ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എനിക്ക് അച്ഛനെ കാണാനും പറ്റിയായിരുന്നു. അന്ന് ഞാനും മമ്മിയും കൂടിയാണ് വന്നതിന് മുൻപ്. വന്നപ്പോൾ അവിടെ ഇരുന്ന് മാതാവിനെ കണ്ട് കൊന്തളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ മാതാവിനെ നോക്കിയിട്ട് മാതാവിൻ്റെ മുഖത്ത് നോക്കും, ഇവിടെ തലയിൽ കൈ തൊട്ട് പ്രാർത്ഥിക്കുന്നവരോട് സംസാരിക്കും. അപ്പോൾ ഞാൻ മാതാവ് ഇത്ര അടുത്തുനിന്ന് അച്ഛനോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളോട് സംസാരിച്ചൂടെ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഷട്ട് ഡൗൺ എന്നൊരു വേർഡ് ഇങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ വന്നു, കേട്ടു ഞാനത്. അപ്പോൾ ഇവൻ്റെ രോഗത്തിൻ്റെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഫയേഴ്സ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതായത് ഒരു കാട്ടു തീ കത്തിയ പോലത്തെ അവസ്ഥ. തീ ഫയർ എഞ്ചിൻ വന്ന് നമ്മൾ അടച്ചാലും ചിലപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് അടച്ചാലും അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് തീപ്പൊരി കിടന്നാൽ വീണ്ടും കത്തി വരാം. അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഷട്ട് ഡൗൺ ഞാൻ ആ കൂടി കമ്പ്യൂട്ടറിൻ്റെ ഷട്ട് ഡൗൺ മാത്രമേ കേട്ടിരുന്നുള്ളൂ. ഞാൻ വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കി ChatGPTയിൽ അടിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ ഇലക്ട്രിക്കൽ സപ്ലൈ ഒക്കെ സ്റ്റോപ്പ് ആവണമെന്നുള്ളതിനും അത് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പിന്നെയും ഒരു ധൈര്യം കിട്ടാൻ ഇതൊക്കെ
ധൈര്യം ശക്തി ഇതൊക്കെ തന്നായിരുന്നു. മാതാവ് എന്നോട് സംസാരിച്ചതായിട്ട് ഞാനത് വിശ്വസിച്ചു. അങ്ങനെ വീണ്ടും തിരിച്ച് അവനെ കാണാൻ ചെന്നു. അന്ന് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെയാണ് അന്ന് കൃപാസനത്തിലേക്ക് ഞങ്ങളിങ്ങോട്ട് പോരാൻ നിൽക്കുന്ന സമയത്ത് അവനെ പോയി ഞാൻ കാണുമ്പോൾ അവൻ കുറച്ച് ഫിക്സ് ഇതുപോലെ മരുന്ന് കുറച്ചപ്പോൾ വീണ്ടും വന്നിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഡോക്ടർ അപ്പോഴൊന്നും വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റണ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങളിവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞു 2 മണിക്കൂർ നേരത്തേക്ക് അവനെ വെൻ്റിലേറ്ററിൽ നിന്ന് എടുത്ത് നോക്കാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഇരിക്കുമ്പോൾ ആ ന്യൂസ് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ഇങ്ങോട്ട് പോരുമ്പോൾ പോലും അവനെ ഫിക്സ് വന്ന് അങ്ങനൊരു പ്രതീക്ഷയുള്ള വെൻ്റിലേറ്ററിൽ നിന്ന് എടുക്കുന്നുള്ളൊരു പ്രതീക്ഷയിലല്ല പോകുന്നത്. അങ്ങനെ ഇവിടെ സാക്ഷ്യം പറയാതിരിക്കുന്ന സിസ്റ്ററിൻ്റെ അടുത്ത് ഞാനിങ്ങനെ ഇത്രയും ഉണ്ടായ അനുഭവങ്ങളും പറഞ്ഞു, ഞാൻ ശരിക്കും സാക്ഷ്യം പറയുവനെ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് അന്ന് പോയത് ഇവിടെ നിന്ന്. അത് കഴിഞ്ഞ് അന്ന് 2 മണിക്കൂർ നേരത്തേക്ക് എടുത്തു. പിന്നെ 4 മണിക്കൂർ 6 മണിക്കൂറായി. രാവിലെ നേരങ്ങളിലൊന്നും വെൻ്റിലേഷൻ സപ്പോർട്ട് ഇല്ലാണ്ടിരുന്നു. പിന്നെ ഫുള്ളായിട്ട് വെൻ്റിലേറ്ററിൽ നിന്ന് എടുക്കാം എന്നുള്ള അവസ്ഥ വന്നു. അങ്ങനെ വെൻ്റിലേറ്ററിൽ നിന്ന് ഫുള്ളായിട്ട് മാറ്റി നോക്കി. അപ്പോൾ അവൻ ഓക്കെ ആയിരുന്നു. അങ്ങനെ വെൻ്റിലേറ്ററിൻ്റെ ട്യൂബ് ഊരേണ്ട സമയം വന്നു. മെഷീൻ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. വെൻ്റിലേറ്ററിൻ്റെ ട്യൂബ് എടുത്ത് കഴിഞ്ഞപ്പോൾ അവന് ട്രക്കിയയിൽ ഞങ്ങൾ പിറ്റേ ദിവസം ഇതുപോലെ തന്നെ ഒരു ചൊവ്വാഴ്ചയാണ്. അപ്പോൾ മാറ്റും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് ഡോക്ടർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു അവന് ശ്വാസം കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് നമ്മൾ വെൻ്റിലേറ്ററിൽ നിന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ മുന്നത്തെ അസുഖമായിട്ട് വല്ല ബന്ധമുള്ളതായിരിക്കും. അവൻ്റെ ട്രക്കിയേക്ക് ചുരുങ്ങിയതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻപ് 75%. അപ്പോൾ അതുകൊണ്ടായിരിക്കും. അപ്പോൾ എമർജൻസി ആയിട്ട് വല്ല സർജറി ചെയ്യേണ്ടി വരും എന്നൊക്കെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് വരെ ഈ അസുഖം ഈ വെൻ്റിലേറ്ററിൽ ഇടുന്നതിന് മുൻപ് വരെ അവൻ ആക്റ്റീവായിട്ട് കളിച്ചിരുന്നതാണ്. അങ്ങനെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കുട്ടിയാണെങ്കിൽ അങ്ങനെ കളിക്കില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് ഡോക്ടർ CT എടുത്ത് നോക്കാം എന്ന് പറഞ്ഞു. CT എടുത്ത് നോക്കിയപ്പോൾ അത് അവൻ്റെ വെൻ്റിലേറ്ററിൻ്റെ ട്യൂബ് ഇത്ര ദിവസം കിടന്നതുകൊണ്ടുള്ള ഒരു നീര് വന്നതായിരുന്നു. അങ്ങനെ അപ്പോൾ ആ നീരിനുള്ള മരുന്നും കൊടുത്ത് CPAP മെഷീൻ വെച്ച് അങ്ങനെ സപ്പോർട്ടും കൊടുത്ത് നമുക്ക് നോക്കി നോക്കാം, ഓക്കെ ആയില്ലെങ്കിൽ സർജറി ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ CPAP വെച്ച് നീര് പറ്റുള്ള മരുന്നും കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് ഓക്കെ ആയി. അത് കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ തന്നെ വീണ്ടും ഒരു മരുന്ന് ഡോസ് കുറച്ച് ഇഞ്ചക്ഷനൊക്കെ മാറി ടാബ്ലറ്റ് ആക്കാൻ വന്നപ്പോൾ അവന് വീണ്ടും ഫിക്സ് വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ അവൻ്റെ നമുക്ക് ഇങ്ങനെ ഇപ്പോൾ ലോങ് ലാസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അവന് ട്രക്യോസ്റ്റമി ചെയ്യേണ്ടി വരും. അല്ലാണ്ട് ഇങ്ങനെ നമുക്ക് എപ്പോഴും വെൻ്റിലേറ്ററിൽ അത്രയും നാൾ കിടത്താൻ പറ്റില്ല, അത് ബുദ്ധിമുട്ടാണ്. ട്രക്യോസ്റ്റമി ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫിക്സ് വരികയാണെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ഒരു പ്രൊസീജിയർ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ അവനിങ്ങനെ സെഡേഷൻ്റെ ഡോസൊക്കെ കുറച്ച് മരുന്നൊക്കെ ഡോസ് കുറച്ച് വരുമ്പോൾ അവൻ ആക്റ്റീവായിട്ട് വന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അക്ഷരമൊക്കെ ഇങ്ങനെ സംസാരിച്ച് കണ്ണ് തുറന്ന് നമ്മളെ ഫുള്ളായിട്ട് അറിഞ്ഞിട്ടൊന്നുമല്ല, എന്നാൽ അങ്ങനെ റെസ്പോൺസ് വന്നൊരു കുട്ടീനെ വീണ്ടും ട്രക്യോസ്റ്റമി ചെയ്യുമ്പോൾ അവൻ വീണ്ടും ബാക്കിലേക്ക് പോകില്ല. അപ്പോൾ അതാലോചിച്ച് നമുക്ക് ചെയ്യേണ്ടി വരില്ല, അവന് വരില്ല എന്നുള്ളതിൽ നമ്മളിങ്ങനെ നിന്ന് പ്രാർത്ഥിച്ച്. പക്ഷെ ഡോക്ടർ പറഞ്ഞു ഇനി വേറെ വഴിയില്ല, അവന് ഇടയ്ക്ക് ഫിക്സ് വന്ന് പോകണോണ്ട് നമുക്ക് ട്രക്യോസ്റ്റമി ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോഴും ആ നീര് വന്നപ്പോഴും അവരുടെ ഡോക്ടേഴ്സ് വിചാരിച്ചിരുന്നത് അവന് ട്രക്കിയെ മുന്നത്തെ അസുഖത്തിൽ പറഞ്ഞ പോലെ ചുരുങ്ങിയിരിക്കുന്നതാണെന്നാണ്. നമ്മൾ ചുരുങ്ങിയിരിക്കുന്ന ട്രക്കിയുടെ അത് എൻഡോസ്കോപ്പി ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്തെങ്കിലും എമർജൻസി വരും മാത്രം ചെക്ക് ചെയ്താൽ മതി എന്നുള്ളതുകൊണ്ട് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ ട്രക്യോസ്റ്റമി ചെയ്യാനായിട്ട് അവർ അതിന് മുൻപായിട്ട് ഞങ്ങൾ പെർമിഷനൊക്കെ മേടിച്ചു, ട്രക്യോസ്റ്റമിയുടെ ട്യൂബൊക്കെ മേടിച്ചു കൊടുത്തു. അതിന് മുന്നായിട്ട് ബ്രോങ്കോസ്കോപ്പി ചെയ്ത് നോക്കിയിട്ട് ട്രക്യോസ്റ്റമി ചെയ്യാമെന്നുള്ള രീതിയിൽ നിന്നിരുന്നത്. അപ്പോൾ ഡോക്ടർ അതിന് മുമ്പ് ഞങ്ങൾ സൈൻ ഇട്ട് കൊടുത്തു ട്രക്യോസ്റ്റമി ചെയ്യാനുള്ള രീതിയിൽ. അപ്പോഴും നമ്മൾ ഇത്രയും ഉഷാറായി വന്ന കുട്ടി വീണ്ടും കുറേ ബാക്കിലേക്ക് പോകാനുള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞാൽ അവന് സംസാരിക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അവനെല്ലാം വീണ്ടും പുറകോട്ട് പോകുള്ളൂ. അപ്പോൾ അത് ചെയ്യാണ്ടെന്നുണ്ട്. പക്ഷെ നമുക്ക് വേറെ ഒന്നും നിവർത്തിയില്ല, ഡോക്ടേഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞു. സഞ്ചാരി മാതാവേ മാന്ന് മാത്രം പറഞ്ഞു അവിടെ ഇരുന്നോളൂ അന്ന് പുറത്ത്. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പുറത്ത് വന്നിട്ട് ഞങ്ങളോട് വിളിച്ചിട്ട് പറഞ്ഞു ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഉണ്ട്, അവന് ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള ഫാക്റ്റ് ഉണ്ട്, അവൻ്റെ ട്രക്കിയേക്ക് നമ്മൾ വിചാരിച്ച ചുരുക്കമൊന്നുമില്ല, എമർജൻസി ആയിട്ട് ട്രക്യോസ്റ്റമി ചെയ്യണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അപ്പോൾ നമുക്കത് ഇതുപോലെ തന്നെ ട്രക്യോസ്റ്റമി ട്യൂബ് വരെ ഞങ്ങൾ മേടിച്ചതാണ്. അപ്പോൾ അതൊക്കെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തുന്നത് മാതാവ് വന്നുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് വേറെ ആർക്കും അപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. നമ്മളും കുറേ ചെയ്യണ്ടെന്ന് പറഞ്ഞാലും ഡോക്ടേഴ്സ് പറഞ്ഞാൽ നമുക്ക് ചെയ്യാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് പോന്നു. വീണ്ടും അവർ
ട്രക്കിയോസ്റ്റമി ചെയ്യണ്ടെന്നുള്ള തീരുമാനത്തിലെത്തി. വീണ്ടും ഫിക്സ് പിന്നെ അപ്പോൾ സ്റ്റോപ്പായിട്ടുണ്ട്. അപ്പം വീണ്ടും ഫിക്സ് വരികയാണെങ്കിൽ അപ്പം നമുക്ക് നോക്കാമെന്നുള്ള രീതിയിൽ നിർത്തി മരുന്നുകളുടെ ഡോസ് വീണ്ടും കുറച്ച് നോക്കും. അപ്പോൾ വീണ്ടും അവന് ഫിക്സ് വീണ്ടും വന്നു. പിന്നത്തെ ഒരു ചൊവ്വാഴ്ച ഇതുപോലെ മാറ്റാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അവന് വീണ്ടും വെൻറ്റിലേറ്ററിലാക്കേണ്ടി വന്നായിരുന്നു. ഇനി ഇതുപോലെ ഇടയ്ക്ക് കുറേ നേരം ടൈം എടുത്തിട്ടുള്ള ഫിക്സൊക്കെ വരുന്നതുകൊണ്ട് നമുക്കിങ്ങനെ ഇടയ്ക്ക് വീണ്ടും വെൻറ്റിലേറ്ററിലാക്കുക, ട്യൂബ് എടുക്കുക, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വീണ്ടും വെൻറ്റിലേറ്ററിൽ അർജൻറ്റായിട്ട് ആക്കി. പിന്നെ വരികയാണെങ്കിൽ വീണ്ടും ഇനി വരികയാണെങ്കിൽ വീണ്ടും ട്രക്കിയോസ്റ്റമി ചെയ്യാന്നുള്ള രീതിയിൽ അവർ വീണ്ടും വെൻറ്റിലേറ്ററിലാക്കിയായിരുന്നു. സമയങ്ങളിലെല്ലാം നമ്മളെ പ്രാർത്ഥിക്കുക തന്നെയായിരുന്നു. എല്ലാവരും ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ഈ ചൊവ്വാഴ്ച മാറ്റും, അടുത്ത ചൊവ്വാഴ്ച മാറ്റും നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ അവനെ ICUയിൽ നിന്ന് ഈ മരുന്ന് കുറച്ച് ഓക്കെ ആയിട്ട് പുറത്ത് കടത്തിയത് ഒക്ടോബർ 7-ാം തീയതി. അതൊരു ചൊവ്വാഴ്ച ജപമാല രാജ്ഞിയുടെ തിരുനാളിൻ്റെ അന്നായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച ദിവസങ്ങളൊന്നുമല്ല, മാതാവ് അതിനേക്കാൾ നല്ലൊരു ദിവസം തിരഞ്ഞെടുത്ത് അവൻ അന്ന് ICUയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തപ്പോൾ സമയത്തും ഇവന് ആകെ എല്ലും തൊലിയായിരുന്നു. പിന്നെ സംസാരിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. നടക്കാനൊക്കെ എല്ലാത്തിനും നമ്മൾ താങ്ങി പിടിക്കണമായിരുന്നു. ഇപ്പം നമ്മൾ അവൻ്റെ വളരെ ചെറിയ കാര്യങ്ങളായാലും ഇപ്പോൾ എങ്ങനെ ഭക്ഷണം കഴിക്കാൻ ടീസ്പൂൺ കൊടുത്താലോ അല്ലെങ്കിൽ പെൻസിൽ കൊടുത്താലോ ഒന്നും എങ്ങനെ പിടിക്കേണ്ടേ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഓരോ ദിവസം ഇമ്പ്രൂവായി വന്നു. ഇപ്പം അവൻ ഓടി നടന്ന എല്ലാ കാര്യങ്ങളും, അവൻ്റെ ഗ്രോസ് മോട്ടർ ആക്ടിവിറ്റീസ് എല്ലാതും ഓക്കെ ആയി. ഒരു വശം തളർന്നു പോവും അല്ലെങ്കിൽ സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. ഇപ്പം അവൻ ഇത്രയും ആക്റ്റീവായി ഉഷാറായിട്ട് ദൈവം മാതാവും ഈശോപ്പയും കൂടി ഞങ്ങൾക്ക് തന്നു. ഇവൻ ICUയിൽ കിടന്നിരുന്ന സമയത്തൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്നവരോടൊക്കെ ഞങ്ങൾക്ക് കിട്ടിയ ദൈവാനുഭവങ്ങളെല്ലാം അടുത്തിരിക്കുന്നവരോട്, അവിടെ കുറേ പേര് വിഷമിച്ചിരിക്കുന്ന സെയിം അവസ്ഥകൾ നമ്മൾ കുറേ പേരെ കണ്ടായിരുന്നു. അവരോടൊക്കെ അതിനെക്കുറിച്ച് പറയുമായിരുന്നു. അടുത്ത് പള്ളികളിൽ പോയിട്ട് ഞങ്ങൾ പത്രം കൊടുത്തായിരുന്നു. പിന്നെ നമ്മളെ കൊണ്ടാവുന്ന വിധം പൈസ കൊണ്ട് സഹായങ്ങളും ചെയ്യാറുണ്ട്. അവിടെ ഹോസ്പിറ്റലിലും നമ്മൾ ചെയ്തായിരുന്നു. പിന്നെ മുന്നൊക്കെ പറഞ്ഞ പോലെ പള്ളിയിൽ പോകാനായിട്ട് കുർബാന കൂടണം എന്നുള്ളത് നമുക്ക് നാട്ടിലാവുമ്പോഴായിരുന്നു കൂടുതൽ പറ്റുന്നത്. അപ്പം ഇപ്പം മാക്സിമം മുടങ്ങാണ്ട് പള്ളിയിൽ പോകാനായിട്ടും കുർബാന പങ്കെടുക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ ഒമാനിലായിരുന്നു. ഈ അവസ്ഥയിലാണ് അവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഈ ഫോട്ടോ ആണ് അച്ഛനെ കാണിച്ച് അച്ഛൻ തൈലം തൊട്ട് പ്രാർത്ഥിച്ചത്. ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ ഞാൻ ഹസ്ബൻഡും കൂടി ഇങ്ങോട്ട് വന്നായിരുന്നു, അച്ഛനെ കാണാനായിട്ട് വന്നായിരുന്നു. വന്ന സമയത്ത് അന്ന് ഒരു മാസത്തിലെ 2ാമത്തെ പ്രാവശ്യം ഞാൻ അച്ഛനെ കാണാൻ വരുന്നത്. അപ്പോൾ കാണാൻ പറ്റുമെന്ന് ഡൗട്ടൊക്കെ ആയിരുന്നു. പക്ഷെ അച്ഛൻ എൻ്റെ അടുത്ത് നിന്ന് മോൻ്റെ ഫോട്ടോ മേടിച്ചിട്ട് ഇതാരാന്നൊക്കെ ചോദിച്ചു. പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പറഞ്ഞു എല്ലാം ശരിയാവും മോളെ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതെല്ലാം ഈ പ്രാർത്ഥനയിൽ നിന്നതുകൊണ്ട് മാത്രമാണ് ഈ സിറ്റുവേഷൻ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ ഒരു ചെറിയ വിഷമം വന്നാൽ പോലും പെട്ടെന്ന് ഡൗൺ ആവണ ആളുകളാണ് നമ്മൾ. പക്ഷെ ഇത് പ്രാർത്ഥനയിൽ നിന്നതുകൊണ്ട് ഈ അവസ്ഥയിൽ പിടിച്ചു നിൽക്കാനുള്ള ശക്തി ലഭിച്ചു. മോൻ ഇത്ര ഉഷാറായിട്ട് തന്നു. അമ്മ മാതാവിന് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ മണ്ണിൽ വിശ്വാസത്തിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമാകാൻ അനുഗ്രഹിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് സ്റ്റെഫി. വരുന്നത് കൊട്ടാരക്കര, കൊല്ലം ജില്ലയിൽ നിന്നാണ്. ഇതെൻ്റെ മമ്മി റോസമ്മ സന്തോഷ്, പപ്പ സന്തോഷ്, അനിയൻ സ്റ്റിനു സന്തോഷ്. ഞങ്ങൾ പാണ്ടിത്തിട്ട ഇടവക അംഗമാണ്, മലങ്കര കാത്തലിക്. എൻ്റെ ആദ്യത്തെ 6 നിയോഗങ്ങളിൽ 4 നിയോഗമാണ് ഇതുവരെയും സാധിച്ചിട്ടുള്ളത്. ബാക്കി 2 നിയോഗങ്ങളും അമ്മയുടെ മധ്യസ്ഥതയിൽ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനും എൻ്റെ മമ്മിയും ഉടമ്പടിയിലാണിപ്പം. ഞങ്ങൾ ഉടമ്പടി എടുത്തത് 2023 മെയ് 25-നാണ് എടുത്തത്. ഉടമ്പടി അല്ലെങ്കിൽ കൃപാസനം എന്ന് ആദ്യം കേൾക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ആൻറ്റി ഇതുപോലെ പറഞ്ഞു, ഞങ്ങൾ കൃപാസനത്തിൽ പോയി. അപ്പം ഞങ്ങൾക്കൊന്നും അറിയത്തില്ലായിരുന്നു കൃപാസനം എന്താണെന്നോ അവിടെ ഉടമ്പടി എന്താണെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പം ആൻറ്റി പറഞ്ഞു, ഇതുപോലെ കൃപാസനത്തിൽ പോയി നിങ്ങൾ ഉടമ്പടി എടുക്കും, ഇതുപോലെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തന്നു. ഉടമ്പടിയിൽ ഇന്നതൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒന്ന് ജസ്റ്റ് അവിടെ പോയി ഉടമ്പടിയെക്കുറിച്ചൊന്ന് അന്വേഷിക്കാം.
അപ്പം ആൻറ്റി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ മോൻ ഇങ്ങനെയാണല്ലോ, മോനെന്ന് പറയുന്നത് മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുട്ടിയാണ്, അപ്പം കുഞ്ഞുനാൾ മുതലേ അവൻ അങ്ങനെയാണ്, അപ്പം അതുകൊണ്ട് മോൻ്റെ നിയോഗം വെച്ച് തന്നെ ആദ്യം ഒരു ഉടമ്പടി എടുക്കാൻ പറഞ്ഞു, നല്ല മാറ്റം അവന് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ജസ്റ്റ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാം, അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെ എന്ന് മനസ്സിലാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ മെയ് ആദ്യ വാരത്തോടു കൂടി ഞങ്ങൾ കൃപാസനത്തിൽ വന്നു. ഞാനും എൻ്റെ മമ്മിയുമാണ് വന്നത്. അപ്പം ഇവിടെ വന്നപ്പം ഇങ്ങനെ ഒരു ആൻറ്റിയോട് ചോദിച്ചപ്പം ഒരു ആൻറ്റി പറഞ്ഞു, ഈ മണ്ണിൽ കാല് കുത്തിയവരാരും ദുഃഖത്തോടെ തിരിച്ചു പോയിട്ടില്ല, ഒരുപടി നല്ല സന്തോഷങ്ങളും നല്ല അനുഭവങ്ങളുമായിട്ടാണ് ഈ മണ്ണിൽ നിന്ന് തിരിച്ചു പോയിട്ടുള്ളതെന്നും. അപ്പോൾ ഞങ്ങൾക്ക് വിശ്വാസം കുറച്ചും കൂടെ ഏറെയായി. അങ്ങനെ എന്തായാലും ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2023 മെയ് 25 ഞാൻ ഉടമ്പടി എടുത്തു. മമ്മി ഉടമ്പടി എടുക്കുന്നത് ഏപ്രിൽ 2000, ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുന്നതുകൊണ്ട് തന്നെ മമ്മി ഉടമ്പടി എടുത്തത് 2024 ഏപ്രിലാണ് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത് UGC നെറ്റ് എക്സാം പാസ്സാകുക എന്നുള്ളതായിരുന്നു. അതായത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, UGCയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഭയങ്കര ചെക്കിങ്, അതുപോലെ ഒരു NTA നടത്തുന്ന എക്സാമാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതിൻ്റെ ചെക്കിങ്ങും എല്ലാ പ്രൊസീജിയേഴ്സും ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ PG സമയത്തായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തിരുന്നത്. എൻ്റെ സെമസ്റ്റർ 1, സെമസ്റ്റർ 2 സമയത്ത് തൊട്ട് നമുക്ക് UGC എക്സാം, നെറ്റ് എക്സാം എഴുതി തുടങ്ങാമായിരുന്നു. അങ്ങനെ ഫസ്റ്റ് എക്സാം ഞാൻ എഴുതി. അത് ഞാൻ വലുതായിട്ട് പഠിച്ചതുമില്ല, പക്ഷേ എഴുതി, എനിക്ക് കിട്ടിയില്ല. രണ്ടാമത്തെ എക്സാം ഞാൻ പഠിച്ചിട്ട് പോയി നല്ലതുപോലെ, പക്ഷേ എനിക്ക് അതും കിട്ടിയില്ല. മൂന്നാമത്തെ എക്സാമിൻ്റെ സമയത്തായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തത് മെയ്യിലായിരുന്നു. മൂന്നാമത്തെ എക്സാം വന്നത് ജൂണിലായിരുന്നു. ജൂണിൽ എൻ്റെ എക്സാം നടന്ന സമയത്തും ഞാൻ കാശരൂപവും അതുപോലെ ഉടമ്പടി നേർച്ച വസ്തുക്കളായിട്ടുള്ള ഉപ്പും ഉടമ്പടി തൈലവും കൊണ്ടുപോയിരുന്നു. കാശരൂപം ഞാൻ അവിടെ എക്സാം ഹാളിൽ കയറ്റും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാനൊരു ട്രിക്ക് പോലെ ചെയ്തത്, എൻ്റെ റിസ്റ്റിൽ ഞാനാണെങ്കിൽ കൈയുടെ ഭാഗത്താണെങ്കിൽ ഞാൻ ഒരു നൂല് പോലെ കെട്ടിയിട്ട് അതിനകത്ത് കാശുരൂപം വെച്ചിട്ടായിരുന്നു ഞാൻ പോയത്. അപ്പം എൻ്റെ ഒരു ഇതിൽ അവിടെ ഞാൻ ആദ്യത്തെ എക്സാംസ് ഒക്കെ എഴുതിയപ്പം, അതായത് ആദ്യത്തെ സെൻറ്ററിലൊക്കെ പോയപ്പം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ മൂന്നാമത്തെ എക്സാം സെൻറ്ററിൽ ചെന്നപ്പം കടുത്ത റെഗുലേഷൻസ് ആയിരുന്നു. അവർക്ക് എൻ്റെ കയ്യിൽ ഈ റിസ്റ്റിലുള്ള ആ കാശുരൂപം അവരെടുത്ത് മാറ്റി. കാശുരൂപം എടുത്ത് മാറ്റി കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഇച്ചിരി ഞാനൊന്ന് പേടിച്ചു. അമ്മേ, എല്ലാം തകർന്നു പോവോ എന്നെനിക്കൊരു ഭയം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച്, അതായത് അവർ പറഞ്ഞു എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റി വെക്കാനായിട്ട് പറഞ്ഞു. അപ്പം ഞാനാണെങ്കിൽ എൻ്റെ ബാഗിൽ തന്നെ എടുത്തു വെച്ചു. ബാഗിൽ എടുത്തു വെച്ചപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, ഇത്രയും പ്രാർത്ഥിച്ചോളൂ, അമ്മ പുറത്തിരിക്കുകയാണ്, പക്ഷേ എൻ്റെ അകത്ത് വന്ന് എൻ്റെ എക്സാം എനിക്ക് നല്ലതുപോലെ എഴുതി തരണം എന്ന് പറഞ്ഞു. എനിക്കൊന്നും അറിയത്തില്ല, അപ്പം അമ്മ വന്ന് എനിക്ക് അവിടെ എഴുതി തന്നാലേ ഞാൻ എക്സാം പാസ്സാകത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എക്സാം എഴുതി കഴിഞ്ഞു. പക്ഷേ ആദ്യത്തെ 2 എക്സാം എഴുതി കഴിഞ്ഞതിനെക്കാട്ടിലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു ഈ എക്സാം എഴുതി കഴിഞ്ഞപ്പം. അമ്മ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ പോയി എക്സാം എഴുതിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം എഴുതി കഴിഞ്ഞു. അപ്പം കുട്ടികളോടൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് പാടായിരുന്നെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയും നമ്മുടെ ആൻസർ കീ റെസ്പോൺസും വന്നു ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും. അപ്പം നമ്മുടെ ആൻസേഴ്സ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് അറിയായിരിക്കും, UGCയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് സാധാരണ ഒരു 170 മാർക്കിലാണ് ഔട്ട് ഓഫ് 300 വരുന്നത്. അപ്പം ഈ 170 മാർക്ക് അറ്റൈൻ ചെയ്ത് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല പാടായിരുന്നു. അപ്പം ഞാൻ ഇതുപോലെ ആൻസർ കീയും എൻ്റെ റെസ്പോൺസ് കീയും ഞാൻ വെച്ച് നോക്കിയപ്പം എനിക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് 150. അപ്പോൾ അത് 170 ആ ഒരു റേഞ്ചിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ നല്ലതുപോലെ, അതായത് വീണ്ടും ഞാൻ ആൻസർ കീസ് മാറ്റി നോക്കി. പക്ഷേ എനിക്ക് എൻ്റെ 150 എന്നുള്ള ഒരു കട്ട് ഓഫ് എനിക്ക് കടക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അവസാനം റിസൾട്ട് പബ്ലിഷ് ചെയ്യാനുള്ള ഡേറ്റ് വന്നു. റിസൾട്ട് പബ്ലിഷ് ചെയ്യാനുള്ള ഡേറ്റ് വന്നപ്പം ഞാനാണെങ്കിൽ അമ്മയുടെ കാശുരൂപം അതുപോലെ ഉടമ്പടി തൈലവും ഞാൻ എൻ്റെ മൊബൈലിൽ ഇങ്ങനെ ജസ്റ്റ് തൈലം ഒന്ന് മൊബൈലിൽ ഇങ്ങനെ പുരട്ടി
അമ്മയുടെ കാശുരൂപം വെച്ച് വിശ്വാസ പ്രമാണം, സ്വർഗസ്നായ പിതാവേ, കൃപ നിറഞ്ഞ മറിയമേ എല്ലാം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. അവസാനം റിസൾട്ട് വന്നപ്പം യു ആർ സെലക്റ്റഡ് ഫോർ അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ റിസൾട്ട് വന്നിരുന്നത്. അപ്പം അമ്മയ്ക്ക് അതിന് 1000 നന്ദി. ഇപ്പം ഞാൻ ഗസ്റ്റ് ലെക്ചറായിട്ട് മാറിവാനിയോസ് കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റിസൾട്ടിൻ്റെ ഫലമാണ്, അത് അമ്മയുടെ ഫലമാണ്, അത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ EWS സർട്ടിഫിക്കറ്റിനെ പറ്റിയിട്ടുള്ളതായിരുന്നു. നിങ്ങൾക്കറിയായിരിക്കും, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ EWS സർട്ടിഫിക്കറ്റ് നമുക്ക് കുറച്ചും കൂടെ ഒരു ഇളവിൻ്റെ പരിധി നമുക്കുണ്ട്. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ EWS സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ വില്ലേജ് ഓഫീസിൽ ചെന്ന് കാര്യം പറഞ്ഞപ്പം ആ സാറ് പറഞ്ഞു, ഇതെന്തായാലും കിട്ടും എന്ന് നോക്കണ്ട, ഒരു 50% താഴെ പ്രതീക്ഷ വെച്ചാൽ മതി, എന്തായാലും നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ സാറ് പറഞ്ഞു. അങ്ങനെ അവസാനം അവരൊരു എൻക്വയറി നടത്തി വീട്ടിലേക്ക്. അപ്പം അവർക്ക് വലിയ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നു. എന്നാലും പറഞ്ഞു, നിങ്ങൾ എന്തായാലും താലൂക്ക് ഓഫീസിലേക്ക് നിങ്ങളൊന്ന് ചെന്ന് നോക്കും, താലൂക്ക് ഓഫീസിൽ ചെന്ന് കഴിയുമ്പം അവിടുത്തെ സാർ എന്താണെന്ന് വെച്ചാൽ ഉള്ള കാര്യം നിങ്ങളോട് പറയും എന്ന് പറഞ്ഞു. അങ്ങനെ താലൂക്ക് ഓഫീസിൽ പോയി, ഞാനും പപ്പയും കൂടെ ആയിരുന്നു പോയത്. അപ്പം ഞങ്ങൾ പോയപ്പം ഉടമ്പടി ഉപ്പും അതുപോലെ ഉടമ്പടി തൈലും, അപ്പം സാറിൻ്റെ ടേബിളിൽ ജസ്റ്റ് ആരും ഒരു ചവിട്ടാത്ത സ്ഥലത്ത് ഉപ്പൊന്ന് കുരിശിൻ്റെ ആകൃതിയിലൊന്ന് വിതറിയിട്ട് ഉടമ്പടി തൈലം സാറിൻ്റെ ടേബിളിലൊന്ന് പൂശി. അപ്പം ഇതുപോലെ സാറ് പറഞ്ഞു, ഇത് 50% ഉള്ളൂ ചാൻസ്, എന്തായാലും നിങ്ങളൊന്ന് അപേക്ഷിച്ച് നോക്ക്, പിന്നെ കിട്ടുവാണെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ എന്തായാലും റിപ്പോർട്ട് വരും, എന്തായാലും ഒന്ന് ജസ്റ്റ് ഫോം എല്ലാം ഫില്ല് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽ ആപ്ലിക്കേഷൻസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തു. മാതാവിൻ്റെ അനുഗ്രഹത്തോടെ എനിക്കാണെങ്കിലും EWSൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി. EWS സർട്ടിഫിക്കറ്റ് കിട്ടുമ്പം എല്ലാവർക്കും അറിയായിരിക്കും, കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ വലിയ ഉപകാരമായിരിക്കും. ഇനിയും കുറേ എക്സാംസ് എഴുതിയിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ടൊക്കെ വരാനുണ്ട്. ബാക്കി റിസൾട്ട്സ് വരുമ്പം അമ്മയുടെ അൾത്താരയിൽ ഇവിടെ വന്ന് സാക്ഷിയാകാൻ അനുഗ്രഹം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മൂന്നാമത് ഞാൻ എൻ്റെ നിയോഗം പോലെയല്ല അത് വെച്ചത്, അത് എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹമായിരുന്നു. അതായത് ഉടമ്പടി എടുക്കുന്ന സമയത്ത് തന്നെ എനിക്കൊരു അനുഗ്രഹം പോലെ കിട്ടിയതായിരുന്നു. ഒത്തിരി ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ നിയോഗം വെച്ചത് എനിക്ക് 4 നടന്നു. അവിടെ അതായത് ഞാൻ റിലേറ്റീവ്സിനൂടെ വെച്ചിട്ടുണ്ടായിരുന്നു, അതും സാധിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി അനുഭവങ്ങൾ. അതിനകത്ത് ഒന്നാമത്തെയായിരുന്നു എൻ്റെ ഒരു സ്കോളർഷിപ്പ് എക്സാം. അപ്പം സ്കോളർഷിപ്പും ഞാൻ 2-3 കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും എനിക്ക് പാസ്സായി വന്നിട്ടില്ലായിരുന്നു. എല്ലാം ആപ്ലിക്കേഷൻ എല്ലാം റിജക്റ്റഡ് എന്ന് പറഞ്ഞാൽ കാണിച്ചത്. പിന്നെ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് നോക്കുമ്പോഴായിരിക്കും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളോട് അത് ഇന്നത് കൊണ്ട് അത് ഫെയിൽ ആവാനുള്ള റീസൺസ് ഇന്നത് നിങ്ങൾ വെച്ചാൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. അങ്ങനെ അവസാനം ഞാൻ ഉടമ്പടി കാശുരൂപം ഉപ്പും ആ യൂണിവേഴ്സിറ്റിയുടെ അവിടെ ഞാൻ കൊണ്ട് വിതറി. അത് കഴിഞ്ഞപ്പം എനിക്കാണെങ്കിലും സ്കോളർഷിപ്പിൻ്റെ ആണെങ്കിൽ ചീഫ് മിനിസ്റ്റർ സ്കോളർഷിപ്പ് പാസ്സായി വന്നിട്ടുണ്ട്, 1 lakh നിങ്ങൾക്ക് അവാർഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് ലഭിക്കുകയും ചെയ്തു. ഇങ്ങനെ ഇത് ഞാൻ നിയോഗം വെച്ചിരുന്നതല്ല, എനിക്ക് കിട്ടിയ ഒരു അനുഭവമായിരുന്നു ഇത്. ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി അനുഭവങ്ങളുണ്ടായിരുന്നു. ആദ്യമായിട്ട് എൻ്റെ മോന് വേണ്ടിയാണ് എല്ലാ പ്രൊസീജറും മോള് തന്നെ പറഞ്ഞുവല്ലോ. ഇനി ആദ്യമായിട്ട് പിന്നെ മോന് വേണ്ടിയാണ്. മോൻ ജന്മനാ തന്നെ അവന് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ജനിച്ചപ്പോൾ തന്നെ അവന് മേലുണ്ണാക്കില്ലായിരുന്നു, കരയുവാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പാല് കുടിക്കുവാനും ആഹാരം കഴിക്കുവാനും ഒക്കെ ഭയങ്കര പ്രയാസവും ഒത്തിരി കഷ്ടത്തെ അനുഭവിച്ച് വളർത്തിയൊരു കുഞ്ഞാണിത്. പക്ഷേ ഒത്തിരി നേർച്ചകളൊക്കെ നേരുകയും പക്ഷേ ഒത്തിരി പള്ളികളിലൊക്കെ പോവുകയും എല്ലാം ചെയ്തു. 1 വയസ്സായപ്പോൾ കുഞ്ഞിന് ഓപ്പറേഷൻ നടന്നു. അതിൻ്റെ ഫലമായിട്ട് കുഞ്ഞിന് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി. പക്ഷേ കുഞ്ഞ് വളരും തോറും അവന് പ്രശ്നങ്ങളായി വന്നു. അതിൻ്റെ ഫലമായിട്ട് ഒത്തിരി ദേഷ്യവും മെൻ്റലി പ്രോബ്ലമായി. ഏകദേശം ഒരു 5-10 വയസ്സ് വരെയും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് ഒരു 10 വയസ്സ് മുതൽ അവന് ദേഷ്യവും ഉപദ്രവിക്കുകയും
വരുന്നവരോടൊക്കെ പ്രശ്നങ്ങളൊക്കെ ആവുകയും അവനെ സ്കൂളിൽ ചേർത്ത് കഴിയുമ്പോൾ സ്കൂളിൽ പോയി കഴിയുമ്പോൾ അവിടെ അവനെ നോക്കുന്നതായ ചേച്ചിയെ അടിക്കുകയും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി. പിന്നെ ഈ കൊറോണ സമയത്ത് കുഞ്ഞിനെ പിന്നെ സ്കൂളിൽ വിടാതെ ഞങ്ങൾ വീട്ടിൽ തന്നെ അവനെ നിർത്തുകയും പരീക്ഷാ സമയത്ത് അവനെ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോള് തന്നെ പറഞ്ഞല്ലോ, അടുത്തുള്ള ഒരു കൊച്ച് ഞങ്ങളോട് പറയുകയും മോനെ ഇവിടെ കൃപാസനത്തിൽ കൊണ്ടുവന്ന് അവന് വേണ്ടി ഒരു ഉടമ്പടി എടുക്കുക എന്ന് പറയുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഞാനും മോളും കൂടെ ഇവിടെ വരികയും എല്ലാം ചെയ്തത്. അങ്ങനെ മോന് വേണ്ടി ഞങ്ങൾ ഉടമ്പടി ചെയ്തു. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അവന് ഒത്തിരി ഫലങ്ങളുണ്ടാവുകയും അവൻ്റെ ആ ദേഷ്യവും അവൻ്റെ ഉപദ്രവവും ഒക്കെ കുറേശ്ശെ കുറഞ്ഞു വരികയൊക്കെ ചെയ്തു. പിന്നെ ഇതുപോലെ ഞങ്ങൾ ഇവിടുന്ന് മാതാവിൻ്റെ ഒരു ഫോട്ടോയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി. അത് അവന് കാണാൻ തക്കവണ്ണം അവൻ കിടക്കുന്നതായ ഒരു സെറ്റിയിൽ അവിടെ കിടക്കുമായിരുന്നു. അവിടെ തന്നെ ആ ഭാഗത്ത് തന്നെ ഞങ്ങൾ ആ മാതാവിൻ്റെ ഫോട്ടോ വയ്ക്കുകയും അതിൻ്റെ ഫലമായിട്ട് അതാണെങ്കിൽ ആ മാതാവിനോട് തന്നെ ഞങ്ങൾ കുറേശ്ശെ ഇങ്ങനെ അവനോട് പറയും, മോനെ ഇത് അമ്മയാണ്, മക്കളുടെ എല്ലാ അസുഖങ്ങളും മാറ്റിത്തരും, മക്കൾ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവനോട് ഒത്തിരി കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തു. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ അത് അവൻ്റെ നെറ്റിയിൽ തൈലം കൊണ്ട് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ഉപ്പും തേനും ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി അത് അവൻ്റെ നാവിൽ പുരട്ടുകയും ചെയ്തു. അങ്ങനെ അവൻ സംസാരിക്കുവാനും, പക്ഷേ ഇത്രയൊക്കെ മാതാവിൻ്റെ വലിയൊരു അത്ഭുതമാണ് എന്ന് പറയട്ടെ. ഇപ്പോൾ അവന് ഒത്തിരി സൈലൻ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഒത്തിരി ഇത് കുറച്ചുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. അങ്ങനെ മാതാവിൻ്റെ തൈലം പുരട്ടുകയും പിന്നെ ഉപ്പും തേനും ഒക്കെ കുഞ്ഞിൻ്റെ നാവിൽ പുരട്ടി കൊടുത്തതിൻ്റെയൊക്കെ ഫലമായിട്ട് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ മാറി. പിന്നെ ഞങ്ങൾ ജപമാല എന്നും കുടുംബ പ്രാർത്ഥനയിൽ ജപമാല എടുക്കുമ്പോൾ ഈ കുഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് കാശ് രൂപം വാങ്ങിച്ച് അവൻ്റെ നെറ്റിയിൽ ഞങ്ങൾ ആദ്യമേ അവൻ്റെ നെറ്റിയിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിങ്ങനെ ഞങ്ങൾ ചെയ്തു അവസാനം അവൻ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ആ ജപമാലയും കാശ് രൂപവും കൂടെ വാങ്ങിച്ച് അവൻ തന്നെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നും ഞങ്ങൾ യൂട്യൂബിൽ അച്ഛൻ്റെ ധ്യാനം കൂടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ ആദ്യമൊന്നും അവൻ അത്ര ശ്രദ്ധിക്കത്തില്ലായിരുന്നു. പക്ഷെ പിന്നെ അവൻ അത് ശ്രദ്ധിച്ചു തുടങ്ങി. അച്ഛൻ കൈകൊട്ടി പാടാൻ പറയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം എന്നൊക്കെ പറയുമ്പോൾ അവൻ തന്നെ അവൻ്റെ ഭാഷയിൽ ഹല്ലേലൂയ എന്നും കൈകൊട്ടി പാട്ടുപാടുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും. അങ്ങനെ അവന് ഇപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ അമ്മയുടെ മാധ്യസ്ഥതയല്ലേ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവന് നടന്നു പോകുന്നു. പിന്നെ ഞങ്ങൾക്കൊരു ഭവനം വേണമായിരുന്നു. ഞങ്ങളുടെ ഭവനം എന്ന് പറയുന്നത് ചെറിയൊരു വീടും അത് ചോർന്നൊലിക്കുന്ന ഒരു മഴ പെയ്ത് കഴിയുമ്പോൾ ചോർന്നൊലിക്കുന്നൊരു ഭവനമായിരുന്നു. അത് ഞാൻ ഉടമ്പടിയിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ആദ്യമൊക്കെ പ്രശ്നമുണ്ടായി, ഭവനം വെക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ആയി. പക്ഷേ ഞാൻ നിർബന്ധിച്ചു ഭവനം വേണമെന്ന്. പക്ഷെ അത് എന്നിട്ടും ഭവനം ഇതൊക്കെ മതി എന്നുള്ള രീതിയിലൊക്കെ ആയി. പക്ഷേ ഞാൻ ഉടമ്പടി ചെയ്തു. ഇവിടുന്ന് ഞാൻ മണൽ കൊണ്ടുപോയി ഞങ്ങളുടെ മുറ്റത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഉപ്പും വീടിന് ചുറ്റും വിതറി ആരും ചവിട്ടാത്ത രീതിയിൽ ഉപ്പും കൊണ്ടുപോയി ഇട്ടു. അങ്ങനെ അതിൻ്റെ ഫലമായി വീട്ടിൽ നിന്ന് സംസാരങ്ങൾ വന്ന് നമുക്ക് പുതിയൊരു ഭവനം നിർമ്മിക്കാം. പക്ഷെ സാമ്പത്തികത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എങ്കിലും ഞാൻ പറഞ്ഞു, പക്ഷേ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം, അമ്മ വഴി നമുക്കൊരു ഭവനം നൽകും എന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ ജനുവരിയിൽ മുതൽ വീടിൻ്റെ ഭവനത്തിനുള്ള എല്ലാം ചെയ്തു. ഈ എല്ലാ പണികളും പൂർത്തിയായി. ഈ ജനുവരി 14 വീടിൻ്റെ കൂദാശ കഴിഞ്ഞു. അമ്മയുടെ മാധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് നല്ലൊരു ഭവനം തന്ന് ഈശോ ഞങ്ങളെ അനുഗ്രഹിച്ചു.
ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിന്നും വിരമിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനം നടത്തിയത് ഞാൻ ഹോസ്റ്റലിലായിരുന്നത് കൊണ്ട് തന്നെ ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ മെഡിക്കൽ കോളേജിലായിരുന്നു ഞാൻ കൊടുത്തിരുന്നത്. അപ്പം ആദ്യം കുറേ ആളുകളിങ്ങനെ നമ്മളെ നെഗറ്റീവ് അടിക്കുന്ന രീതിയിൽ സംസാരിക്കുമായിരുന്നു. അപ്പം ഞാൻ അതൊന്നും വകവയ്ക്കാതെ ഞാൻ മെഡിക്കൽ കോളേജിലായിരുന്നു പത്രം കൊടുത്തിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് യൂട്യൂബിൽ വീഡിയോസ് ഷെയർ ചെയ്യുകയും ഞാനും മമ്മിയും യൂട്യൂബിൽ വീഡിയോസ് ഷെയർ ചെയ്യുകയും അത് സ്റ്റേറ്റസ് ആക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയിരുന്ന അനുഭവങ്ങൾ ഞാനാണെങ്കിൽ എൻ്റെ ഹോസ്റ്റലിലായിരുന്നത് കൊണ്ട് തന്നെ കുട്ടികളോട് ഞാൻ പറയുമായിരുന്നു. അപ്പോൾ അവർക്കിത് കേൾക്കുമ്പം ഇനിയും ഇപ്പം ഞാൻ 3 എണ്ണമേ ഇവിടെ പറഞ്ഞോളൂ, പിന്നെ അല്ലാതെ 2 സാക്ഷ്യങ്ങളുണ്ടായിരുന്നു. അതെൻ്റെ റിലേറ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് അവർക്കും ഭയങ്കര വിശ്വാസമായി. അങ്ങനെ 2-3 പേരാണെങ്കിൽ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുമ്പം മെഡിക്കൽ കോളേജിൽ ഞാൻ ഉപവാസം എടുക്കുന്ന ദിവസം ഏതാണോ ആ ദിവസം ഞാൻ ഉച്ചയ്ക്ക് പോയി മെഡിക്കൽ കോളേജിൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഞാൻ എന്നെയും കൊണ്ട് ആവുന്ന രീതിയിൽ, അന്ന് ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്നു, അപ്പോൾ എന്നെയും കൊണ്ട് ആവുന്ന രീതിയിൽ ഉള്ള സഹായം ഞാൻ ചെയ്യുമായിരുന്നു. മേ ബി അത് പൊതിച്ചോറ് വാങ്ങിച്ചു കൊടുക്കുന്നതിലൂടെ ആയിരിക്കാം. അപ്പോൾ എന്നെയും കൊണ്ട് ചിലപ്പോൾ 3-4 പൊതിച്ചോറേ ആയിരിക്കും പറ്റുന്നത്, പക്ഷേ അത് ഞാൻ മുടങ്ങാതെ ചെയ്യുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാം നമ്മളൊരു ഇനിഷ്യേറ്റീവ് പോലെ എല്ലാ മാസത്തിലെ 3-ാമത്തെ ഞായറാഴ്ച നമ്മൾ അനാഥാലയങ്ങളിൽ പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു. അപ്പം ഇത്രയുമായിരുന്നു. പിന്നെ ആരെങ്കിലും മമ്മിയാണെങ്കിൽ തന്നെ മമ്മിക്ക് ചെറിയൊരു രീതിയിൽ തയ്യലിൻ്റെ ചെറിയൊരു വരുമാനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ചെറിയൊരു രീതിയിൽ മമ്മി ഒരു പാർട്ട് അല്ലെങ്കിൽ ഒരു ഭാഗം ആരും ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട്, അതായത് സഹായം ചോദിച്ചു വരുന്നവരാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള പാവപ്പെട്ട ആളുകളായിരിക്കും. അപ്പോൾ അവർക്ക് ചിലപ്പം ചെറിയൊരു രീതിയിൽ ധനസഹായമോ അല്ലെങ്കിൽ അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിൽ ചെറിയൊരു എമൗണ്ട് കൊടുക്കുന്നതും ആയിരിക്കും. എല്ലാ ദിവസവും കുർബാന, ഹോസ്റ്റലിൽ ഞങ്ങൾക്ക് കുർബാന ഉണ്ടായിരുന്നു. അപ്പം എല്ലാ ദിവസവും എനിക്ക് കുർബാന കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് 1-2 ദിവസം മാത്രമേ എനിക്ക് മുടക്കം സാധാരണ വരാറുള്ളൂ. അല്ലാതെ ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന ദിവസം ഞാൻ കുർബാനയ്ക്ക് പോകുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനുള്ള അവസരവും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ കുമ്പസാരിക്കാനുള്ള അവസരവും പിന്നെ കുർബാന ജീവിതവും എൻ്റെ ആത്മീയമായിട്ടുള്ള ജീവിതവും അതുപോലെ തന്നെ ഉടമ്പടി എടുത്തത് വഴി എനിക്കാണെങ്കിൽ കുറച്ചും കൂടെ എൻ്റെ ലൈഫ് കുറച്ചും കൂടെ ഡിസിപ്ലിൻഡ് ആവാനായിട്ട് പറ്റി. അപ്പം എല്ലാം തന്ന് അനുഗ്രഹിച്ച മാതാവിനും തിരുക്കുമാരനും